യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ പറഞ്ഞ ഞാനാണ് ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാൽ എല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. ചില ഇച്ചിരി പുളിക്കും നടക്കുന്ന കാര്യം. ഇത് വന്നതിൻ്റെ എൻ്റെ പങ്കാളി അങ്ങനെ ഇത് കേട്ടിട്ട് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നായിരിക്കും ചിലപ്പോൾ ഒന്ന്. പക്ഷേ നമ്മുടെ ഒരു ബേസിക് തീം കർത്താവ് നമുക്ക് തരുന്നതാണ്. ഞാനാണ് മാറേണ്ടത്, ഞാൻ മാറിയാൽ എല്ലാം മാറിയിടും. സന്തോഷത്തോട് പറഞ്ഞ ഹല്ലേലൂയ. സോണിന്ന് പാടിത്തരും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ലേശം ട്യൂൺ തെറ്റിയാലും കുഴപ്പമില്ല, സംഗതി അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരുമിച്ചൊന്ന് പാടിക്കേ. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. ഞങ്ങളുടെ മുഖത്തേക്കൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചിലരുടെ മുഖമൊക്കെ പറയണത് അത്ര എളുപ്പമല്ല, ശരിയാണ്. നമുക്കെങ്കിലും ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം, അർത്ഥം മനസ്സിലാക്കി. ഒന്നുകൂടെ പാടിക്കേ. ഞാനാണ് ദൈവമേ, ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. അത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ പൗരോഹിത്യ ജീവിതത്തിലും സന്യാസത്തിലും എല്ലാം ശരിയാണ്. കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ മാറ്റം ഉണ്ടാകേണ്ടത് എപ്പോഴും എനിക്കാണ്. അല്ലെങ്കിൽ ആ ഒരു ചിന്ത വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു അഭിഷേകവും ഒരു കൃപയെല്ലാം ഉണ്ടാവുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട്, ഞാനാണ് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, പക്ഷേ നമുക്ക് സ്വയം മാറുക എന്നുള്ളതാണ്. ഞങ്ങളെ ദൈവശാസ്ത്രം പഠിപ്പിച്ച ഒരു എബ്രഹാച്ചൻ ഒരിക്കൽ പറയുണ്ടായി, നമുക്ക് ആരെ മാറ്റാണെന്ന് എളുപ്പമൊന്നുമല്ല, സ്വയം മാറുക അതാണ് കൂടുതൽ എളുപ്പമായിട്ടുള്ളത്. അതാണ് സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. വെറുതെ ഒരു ഉയർത്തിപ്പിടിച്ച് അർത്ഥം മനസ്സിലാക്കി നമ്മുടെ പങ്കാളിയെ സമർപ്പിച്ച്, പങ്കാളിക്കല്ല എനിക്കാണ് ആഴത്തിലൊരു മാറ്റം ഉണ്ടാകേണ്ടത്. എൻ്റെ മേൽ ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ മൊത്തം എല്ലാ അവസ്ഥകളിലും മേൽ വ്യത്യാസം ഉണ്ടാകും. ഇങ്ങനെ ഒന്ന് അർത്ഥം മനസ്സിലാക്കി ഒന്നുകൂടെ ഒന്ന് പാടി, സ്വരം ഉയർത്തുന്ന പാടി പ്രാർത്ഥിച്ചേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. ഇനി അടുത്ത സ്റ്റാൻസ് എന്ന് പാടാം. നന്മ നിറഞ്ഞൊരു സമ്മാനമായി നൽകിയ പങ്കാളി മാറുവാനായി. നന്മ നിറഞ്ഞൊരു സമ്മാനമായി നൽകിയ പങ്കാളി മാറുവാനായി. ഇത്ര നാൾ പരിശ്രമിച്ചവശനായി നിൽക്കുന്നു നിന്നിരുമുൻപിലിതാ, സ്വയം മാറുവാനാശയുമായി നാഥ. ഇത്ര നാൾ പരിശ്രമിച്ചവശയായി നിൽക്കുന്നു നിന്നിരുമുൻപിലിതാ, സ്വയം മാറുവാനാശയുമായി നാഥ. ആ വരികളൊന്ന് പാടാമോ? നന്മ നിറഞ്ഞൊരു സമ്മാനമായി. നിങ്ങൾ ഭാര്യ ഭർത്താവ് അടുത്ത് നിൽപ്പുണ്ടോ? ഒന്ന് കൈകളിലൊന്ന് വേണമെങ്കിൽ ഒന്ന് പതുക്കൊന്ന് ചേർത്ത് പിടിച്ചോ, സ്നേഹത്തോടെ. കൈകളൊന്ന് കോർത്ത് പിടിക്കാൻ നന്നായിരിക്കാം, സ്നേഹത്തോടെ കോർത്ത് പിടിക്കാൻ. ഇനി മുഖത്തൊന്ന് നോക്കാൻ പറ്റുമോ? ഒന്ന് വയ്ക്കുമോ? ഇനി ഒന്ന് പാടിക്കാൻ. നന്മ നിറഞ്ഞൊരു സമ്മാനമായി എന്ന് പാടാൻ പറ്റുമോ? നന്മ നിറഞ്ഞൊരു സമ്മാനമായി നൽകിയ പങ്കാളി മാറുവാനായി. നന്മ നിറഞ്ഞൊരു സമ്മാനമായി നൽകിയ പങ്കാളി മാറുവാനായി. ഇത്ര നാൾ പരിശ്രമിച്ചവശനായി നിൽക്കുന്നു നിന്നിരുമുൻപിലിതാ, സ്വയം മാറുവാനാശയുമായി നാഥ. ചിലത് പറയാം നല്ല സമ്മാനം തന്നെ, നല്ല സമ്മാനമാണ് അല്ലേ?
തന്ന നല്ല ചേർന്ന ഇണയെ തരുന്നതാണ് വാഗ്ദാനം. ഈശോയ്ക്ക് തെറ്റ് പറ്റത്തില്ല. കർത്താവ് കറക്റ്റ് ചേർന്ന ഇണയെ തന്നെയാണ് തന്നിട്ടുള്ളത്. ഹല്ലേലൂയ പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം നൽകിയ പങ്കാളി ഓർത്ത് നന്ദി പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളം ദൈവ സാന്നിധ്യം, ദൈവസ്നേഹം, പരിശുദ്ധാത്മയുടെ നിറവുണ്ടാകും. ഒന്നുകൂടെ കരങ്ങളൊന്ന് കോർത്ത് കുട്ടികൾ പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിയാത്ത യങ്സ്റ്റേഴ്സ് എല്ലാവരും നിങ്ങളുടെ പാരൻസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പങ്കാളിയിൽ ഒരു മരിച്ചുപോയവരുണ്ടായിരിക്കും. അവർ ഈ സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സംഘർഷമുള്ള വിഷമിക്കുന്ന കുടുംബജീവിതക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദിവസം മുഴുവനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കും. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഒരുമിച്ച് പാടിക്കുക. ഞാനാണ് ദൈവമേ മാറേണ്ടത്. പാടാം. ഞാനാണ് ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ, മാറ്റം വരേണ്ടത് എനിക്കാണല്ലോ. അടുത്ത സ്റ്റാൻസ. നന്മ നിറഞ്ഞൊരു സമ്മാനമായി നൽകിയ പങ്കാളി മാറുവാനായി, ഉറക്കെ. നന്മ നിറഞ്ഞൊരു സമ്മാനമായി നൽകിയ പങ്കാളി മാറുവാനായി, ഇത്ര നാൾ പരിശ്രമിച്ച വശനായി നിൽക്കുന്നു നിൻ തിരുമുൻപിലിതാ, സ്വയം മാറുവാനാശയുമായി നാദാ. ഇത്ര നാൾ പരിശ്രമിച്ച വശനായി നിൽക്കുന്നു നിൻ തിരുമുൻപിലിതാ, സ്വയം മാറുവാൻ ആശയുമായി നാദാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തുതി. നമ്മൾ തുടർന്ന് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈശോയുടെ ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ഈശോ മറിയ ഔസേപ്പിന് കുടുംബത്തെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളെയും സമർപ്പിക്കാം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിൽ കുട്ടികൾക്ക് വിശ്വാസം കൊടുക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് രണ്ടാം ശനിയാഴ്ച ഒരുപാട് ആളുകൾ ദൂരെ നിന്നാണ് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് പേരാണ് ഈ ബർമിംഗ്ഹാം ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഒരുപാട് ദൂരെ നിന്നാണ് ഈ കാണാൻ. ലിവർപൂളിൽ നിന്ന് വന്നവരും, ലണ്ടനിൽ നിന്ന് വന്നവരും, നിങ്ങളെല്ലാവരും ഒരുപാട് മാഞ്ചസ്റ്ററിൽ നിന്ന് വന്നവരും, ലൂട്ടറിൽ നിന്ന് വന്നവരും എല്ലാവരും കാണുന്നുണ്ട്. കർത്താവ് നിങ്ങളെ കൊണ്ടുവരികയാണ്. ഈശോയ്ക്ക് പ്രത്യേകം നന്ദി പറയാം. പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങളെ വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് ഒരുക്കി വചനം കേൾപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ചിലപ്പോൾ ചില ടീനേജേഴ്സിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടം കാണത്തില്ലായിരിക്കും. എങ്കിലും നമ്മൾ കുറച്ച് സ്നേഹിച്ചും കുറച്ച് നിർബന്ധിച്ചൊക്കെ കൊണ്ടുവരാമെന്ന് എനിക്കറിയാം. അവരുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് എന്നറിയപ്പെടാൻ വേണ്ടി ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും നമ്മൾ എന്നാ ചെയ്താലും പരിശുദ്ധാത്മാവ് ഒന്നില്ല കാര്യമില്ല. നമുക്ക് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെല്ലാം ഒന്നുകൂടെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഫ്രാൻസിസ് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നത് ദ ഡെവിൾ ഈസ് അറ്റാക്കിംഗ് ദ ഫാമിലീസ് നൗ. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഞാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് ഈശോ തൻ മാധുര്യമേറും ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒന്ന് നമുക്ക് അറിയുന്ന ഇരടിയായിരിക്കും. ഒന്ന് ചേർന്നൊന്ന് പാടി അല്ലെങ്കിൽ ഈശോ മറിയ ഔസേപ്പേ, സോണിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഈശോ മറിയ ഔസേപ്പയോ ഒരു ഇരടി പാടി ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഫാമിലികളെല്ലാം സമർപ്പിക്കാം. കണ്ണുകളടച്ച് നമുക്ക് ജന്മം നൽകിയ മാതാക്കന്മാരെ ഓർക്കാം. മരിച്ചുപോയ മാതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നവംബർ മാസത്തിൽ പ്രത്യേകം നമ്മൾ ഓർത്ത് അവരോടുള്ള കടമ നമ്മൾ മറക്കരുത്. അവരുടെ ത്യാഗവും പ്രാർത്ഥനയും ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മരിച്ചുപോയ പാരൻസിനെ ജീവിച്ചിരിക്കുന്നവർക്ക് നന്ദി പറയാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ സ്നേഹവും ബഹുമാനവും കാണിക്കണം. 4-ാം പ്രമാണം എല്ലാം പാടുന്നതാണ്. ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിട്ട് പാവപ്പെടുന്ന അപ്പനെ ബഹുമാനിക്കുക. ഹൃദയത്തിലേക്ക് നിങ്ങളുടെ പങ്കാളിയെ കുട്ടികളെല്ലാം സമർപ്പിച്ചു. ഈശോയുടെ ഹൃദയമേ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളെ കാക്കണമേ, പരിപാലിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, സംരക്ഷിക്കണമേ.
കരങ്ങളിലേക്ക് എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. സങ്കടപ്പെടുന്ന കുടുംബങ്ങൾ, രോഗമുള്ള കുടുംബങ്ങൾ, വിസയുടെ പ്രശ്നം കാരണം ഒരുപാട് കഷ്ടപ്പെടുന്ന കപ്പിൾസ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ നീലമേലയ്ക്കുള്ളിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ, സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ പകരണമേ. മദ്യപാനത്തിന് അടിമപ്പെട്ട കുടുംബങ്ങളെ വിടുവിക്കണമേ കർത്താവേ. യേശുവേ 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 കൈക്കൊള്ളണമേ കർത്താവേ. അഭിഷേകം ചെയ്യണമേ യേശുവേ. നന്നായി പ്രാർത്ഥിക്കാൻ ക്രിസ്ത്യ ജീവിതത്തിന്റെ ശ്വാസമാണ്. ദ ബ്രെത്ത് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ഈസ് പ്രയർ. പരിശുദ്ധാത്മയെ മാതാവേ, ഇവർക്കെല്ലാം ധാരാളം പ്രാർത്ഥിക്കാൻ, കുടുംബ പ്രാർത്ഥന നടത്താൻ, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ, അതിൽ സന്തോഷം കണ്ടെത്താൻ, ഒരു ഭാരമായിട്ട് മാറാതെ നന്നായി പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്താൻ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി ഒന്ന് ഉള്ളു തുറന്നു പറഞ്ഞ്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിനോട് കൂടെ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു 3-4 പേർക്ക് ഒരു സ്തുതി കൊടുത്തേക്ക്. പുറകോട്ടൊക്കെ തിരിഞ്ഞിരുന്ന 5 പേർക്ക് ഒരു സ്തുതി കൊടുത്തോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഇരിക്കാം.
നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ അറിഞ്ഞ പോലെ പാരീസിൽ വലിയൊരു ദുരന്തം ഉണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, IS-കാർ അവിടെ ഇതിനാണ് പറയണത്. ഏതായാലും നമുക്ക് വലിയ ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സംരക്ഷണ പ്രാർത്ഥന, മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിന്നെയുള്ളത് എപ്പോഴും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. എപ്പം പോകുമ്പടിച്ചാലും റെഡി ആയിരിക്കുക, കർത്താവിനെ കാണുക, ഒരുങ്ങി കുമ്പസാരിച്ചിരിക്കുക. എപ്പോൾ അങ്ങനെ പേടിപ്പിക്കാനല്ല, എപ്പോൾ എന്തുകൊണ്ടും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ദൈവം എപ്പോഴും പല തരത്തിൽ ആക്സിഡൻ്റ് വേണം മരിക്കാം, അല്ലെങ്കിൽ ബോംബ് പൊട്ടി മരിക്കാം. ഏതായാലും അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. പേടിയാവുന്നുണ്ടോ? ഹല്ലേലൂയ. പറഞ്ഞ യേശുവേ നന്ദി. ഏതായാലും നമ്മൾ യേശുവിൻ്റെ അടുത്ത് ദിവസം പോകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരുങ്ങിയിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളിന്ന് ഞാൻ കുറച്ച് സമയം ഭാര്യയെക്കുറിച്ച് കർത്താവ് പറയണം, ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങളും ഭർത്താവ് എന്ന ആളെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോണത്. 1 മണിക്ക് എൻ്റെ ടോക്ക് ഞാൻ അവസാനിപ്പിക്കും. 1 മണിക്ക് റോയി അച്ഛൻ ചെറിയൊരു ഷെയറിങ് നടത്തുന്നതാണ്. അച്ഛന് ഒത്തിരി കുടുംബങ്ങളുടെ ഇടയിലും ഒരുപാട് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ ആരും ഇല്ലാത്തവരുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്ന അച്ഛനാണ്. അച്ഛൻ കുറച്ച് സമയം ഷെയർ ചെയ്യും. പിന്നീട് ജോസ് ഒരു ക്ലാസ് എടുക്കും, ഒരു ചെറിയൊരു ക്ലാസ്. അപ്പം അങ്ങനെയായിരിക്കും ഇന്നത്തെ ശുശ്രൂഷ. വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ചിലപ്പോൾ ചില വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഭാര്യനെക്കുറിച്ച് പറയുമ്പോൾ, ഭാര്യമാരെക്കുറിച്ച് ബൈബിൾ പറഞ്ഞ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ഭാര്യമാർക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അച്ഛനൊരു പുരുഷ മേധാവിത്വമുള്ള വ്യക്തികാരൻ അങ്ങനെ പറയുന്നതൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ വചനം പറയുമ്പോൾ ചില ഭർത്താക്കന്മാർക്ക് ചിലപ്പോൾ ഒരു ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിലും അച്ഛന് അച്ഛന് സ്ത്രീകളോടാണ്, അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതലൊരു ഇതുള്ളത്, ഞങ്ങളോട് അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റ് വരും. എല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ചില വചനങ്ങൾ നമ്മളെ ഒരു പ്രത്യേക തരത്തിലുള്ള വചനങ്ങളാണ്. അപ്പോൾ നമുക്കൊന്ന് ഭാര്യമാരോട് ആദ്യ ഒരു ഉപദേശം കൊടുത്തിട്ട് ഭർത്താക്കന്മാർ കൊടുക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഭാര്യമാരെല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ബൈബിൾ പറയണത്, ഭാര്യമാരോട് പ്രത്യേകം പറയുന്ന കാര്യം ഇതാണ്: കലഹിക്കരുത്. എല്ലാ ഭാര്യമാരും ഉറക്കെ പറഞ്ഞേ. വരതുകീർത്തി, എല്ലാ ഭാര്യമാരും വരതുകീർത്തി ഒന്ന് ഉറക്കെ പറഞ്ഞേ. ചിലർ പറയുന്നില്ല, ഒന്ന് ഉറക്കെ പറ. കലഹിക്കരുത്. ഈ കലഹക്കാരിയായ ഭാര്യയെക്കുറിച്ച് ബൈബിൾ പറയുന്ന 2-3 കാര്യങ്ങളാണ് ഇന്ന് രാവിലെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയാൻ പോണത്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ ബൈ നേച്ചർ ഈ കലഹം അരൂപി പോലെ അവർ കുടികൊള്ളുകയാണ്. അവരെവിടെ ചെന്നാലും ആ കലഹാരൂപി. അതുകൊണ്ട് ഒരു ചേട്ടൻ, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന, കുർബാന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് ചൊല്ലിയല്ല. ആ ചേട്ടന് ഭയങ്കര സങ്കടമാണ്. പ്രാർത്ഥന എന്തറിയാമോ? കലഹപ്രിയരായ ജനതകളെ ചിതറിക്കണമേ. നമുക്കിപ്പോൾ നമ്മുടെ കുർബാന, മലയാളം കുർബാന അത് ഉറക്കെ ചൊല്ലാറില്ല. അപ്പോൾ ഈ കലഹത്തിൻ്റെ ഒരു പ്രിയം ചില ആൾക്കാർക്കുണ്ടായിരിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കുക. അതിൻ്റെ 21-ാമത്തെ അധ്യായം ബൈബിൾ എല്ലാവരും തുറക്കുന്നു. നമ്മൾ ബൈബിളിലെ ചില കാര്യങ്ങളാണ് പഠിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലെ 2 വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിക്കാൻ പോകുന്നത്. സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോവർബ്സ്, മലയാളം അറിയാത്തവർക്ക് പ്രോവർബ് 21-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സ്ത്രീകളെല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് വായിച്ചേ. എന്താ കലഹക്കാരനായ ഭർത്താവിനോടൊപ്പം ശരിക്കും വായിക്കേ ബൈബിള്. കലഹക്കാരിയായി ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം. എല്ലാവർക്കും ഇഷ്ടമായി. ഇങ്ങനത്തെയൊക്കെ വചനം ബൈബിളുണ്ടെന്നാണ് ചിന്തിക്കുന്നത്. ബൈബിളിൽ എന്തോ ഒരു മനോഹരമായിട്ടാണ് പറയണത്. ചില പുരുഷന്മാരുടെ അവസ്ഥ ഇങ്ങനെയാണ്, ചില ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഭാര്യമാർ മനസ്സിലാക്കണം. കലഹക്കാരിയായ എല്ലാവരും ഒരുമിച്ചൊന്ന് വായിച്ചു. കലഹക്കാൾ മെച്ചം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പം ചില കുടുംബജീവിതത്തിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. അവർ ഒരുപാട് കഴിഞ്ഞ ദിവസം ഒരു ആളിനെ വിളിച്ച് പറയാം, അച്ഛാ ഞാൻ വീട്ടിൽ ഒത്തിരി ലേറ്റായിട്ടേ ചൊല്ലത്തുള്ളൂ. കാരണം വെച്ചാൽ അതാണ്, വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കലഹാരൂപിയാണ്, ഒരു സമാധാനം സന്തോഷമില്ല. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങി എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് വരത്തുള്ളൂ വീട്ടിൽ. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചില ഭർത്താക്കന്മാർ. ഒരുപാട് ഇവിടെ നാട്ടിൽ നിന്ന് വിളിച്ചാണ്. ഇവിടെ അങ്ങനെ ആയിരിക്കില്ല, കാരണം ഡ്യൂട്ടിയൊക്കെ മാറുന്ന നമുക്ക് എളുപ്പമല്ല. ഏതായാലും 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് എവിടെ ജീവിക്കുന്നതാണ്? മരുഭൂമിയിൽ. അപ്പോൾ നിങ്ങൾ ഭാര്യമാരെ നിങ്ങൾ തന്നെ സെൽഫ് ക്രിറ്റിസിസം നടത്തണം. ഈ സമയത്ത് സെൽഫ് ക്രിറ്റിസിസം നടത്തണം.
അപ്പോൾ കലഹക്കാരിയായ ഭാര്യയോടൊപ്പം കഴിയുന്ന ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഒന്നെങ്കിൽ എന്താണ് മരുഭൂമി. ഇതിലെ ഒരുപാട് പേര് പറയാറുണ്ട് ഇതിലും ഭേദം കല്യാണം കഴിക്കാതിരിക്കുകയെന്നുള്ളത് സത്യം തന്നെയായിരിക്കും അത്. പക്ഷേ കർത്താവ് നിങ്ങൾ ഒന്നിപ്പിച്ചു. ഭാര്യമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കലഹപ്രിയത്തിൻ്റെ അരൂപി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ അവസ്ഥ ഇതാണ്. അയാൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ, ഇതിലും ഭേദം മരുഭൂമി പോയി താമസിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇതിലും ഭേദം വല്ല തട്ടിൻപുറത്ത് അനിച്ച് കഴിയുമായിരുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് തട്ടിൻപുറത്ത് കയറി പരിചയമുള്ളത്. ഇപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ, കാരണം അന്ന് ചിലപ്പോൾ അപ്പനും അമ്മയും അന്ന് നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഇവിടുത്തെ പോലെ ചൈൽഡ് കാരണം നിയമങ്ങളും വീട്ടിലല്ലോ. അപ്പോൾ അപ്പനും അമ്മയും ചിലപ്പം രണ്ടുപേരും ചിലപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ പിള്ളേർ തനിച്ചായിരിക്കും വീട്ടിൽ. അപ്പോൾ ചില പേടി വരും ചിലപ്പോൾ. അപ്പം എവിടെ കയറും, തട്ടിപ്പുറത്ത് കയറി ഒളിച്ചിരിക്കുന്ന ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. നിങ്ങളങ്ങനെ തട്ടിൻപുറത്ത് കയറിയിട്ടുണ്ടോ? കയറി കാണാതിരിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. തട്ടിൻപുറത്ത് ആരും കാണാതെ ഒളിച്ചിരിക്കുന്നതാണ് ചില ആൾക്കാർക്ക് ഇഷ്ടം. എന്തിനേക്കാൾ ഈ കലഹക്കാരിയായ ഭാര്യയെക്കുറിച്ച് ബൈബിൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അപ്പം ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഭാര്യമാർ കർത്താവിനോട് പറയണം, എൻ്റെ കർത്താവേ, എന്താ തരത്തിൽ എനിക്ക് കലഹത്തിൻ്റെ അരൂപിയുണ്ട്. ഒരുപക്ഷെ നമുക്ക് പാരമ്പര്യമായി കിട്ടിയതായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ പല എന്തെങ്കിലും ആകട്ടെ, എൻ്റെ ഈശോ എന്നെ വിടുവിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈശോ നമുക്കൊരു മോചനം തരും. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി വൈകുന്നേരം വീട്ടിൽ ചെല്ലും ഭർത്താവിനോട് പറയാം, മനുഷ്യൻ നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം, നിങ്ങൾ 10 വർഷം എൻ്റെ കൂടെ ജീവിച്ചല്ലോ. കലഹക്കാരിയായ ഭാര്യയുടെ കൂടെ ജീവിതത്തിനേക്കാൾ എവിടെയാണ് ഇഷ്ടം? മരുഭൂമി പോയി പാർക്കുന്നതാണോ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ തട്ടിൻപുറത്ത് പോയി താമസിക്കും. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വചനം പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കിയല്ലോ. എനിക്ക് ദമ്പതിദാനാർത്ഥം ചെറിയൊരു പേടിയുണ്ട്. ചില സമയത്ത് ചില ഭർത്താക്കന്മാർക്ക് ഈ വചനം ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് കോട്ട് ചെയ്യും. സുഭാഷിതം 21:9 കേട്ടോടി. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ കലഹാരൂപി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഭാര്യമാരുടെ പരിശുദ്ധാത്മാവ് പറയാണ് സുഭാഷിതം 15:1. നമ്മുടെ ഉത്തരങ്ങൾ ചില എങ്ങനെയാണ് ആൻസർ പറയേണ്ട പങ്കാളിയുടെ അടുത്ത്? സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. എല്ലാവരും ഏറ്റു പറഞ്ഞേ, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. അപ്പോൾ ഭർത്താവ് ഒരുപക്ഷെ ഭയങ്കര കോപശാലിയാണെങ്കിലും നിങ്ങൾ ശാന്തമായിട്ടുള്ള മറുപടി ഉണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള തിന്മകൾ വിട്ടുപോകും. ചില കുടുംബം രണ്ടുപേരും ഒരേപോലെ ക്ഷിപ്ര കോപികളായിരിക്കും. ചിലയിടത്ത് ദൈവം ഭാര്യ വളരെ ശാന്തശീലയായിരിക്കും, അല്ലെങ്കിൽ ചിലയിടത്ത് ഭർത്താവായിരിക്കും. ഞാൻ UK വന്ന പിന്നെയാണ് കാണുന്നത് ധാരാളം ഭർത്താക്കന്മാർ വളരെ ശാന്ത സ്വഭാവക്കാരാണ്. ഒരുപക്ഷെ ഇവിടെ വന്ന് നമുക്ക് പിള്ളേരെ ആരും നിവൃത്തിയില്ല, പിള്ളേരെ നാപ്പിമാട്ടം എല്ലാം ചെയ്യാണ്ട് പറ്റില്ല. അടുക്കളയിൽ കയറണം, കുക്ക് ചെയ്യണം. അപ്പോൾ എന്ത് വരും, നമ്മുടെ കുറേ ഒരു കെട്ടിയോൺ സംസ്കാരമുണ്ട്, ആ സാധനം ഇടിഞ്ഞ് നമ്മളൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നേ പിന്നെ. പക്ഷെ ചിലപ്പോൾ എന്ത് വെച്ചാൽ ഭാര്യമാർക്ക് അതുകൊണ്ടൊന്നും ഈ നൈറ്റ് ഡ്യൂട്ടി വെച്ചാൽ നമ്മുടെ ടൈം ടേബിളെല്ലാം അങ്ങ് മാറി, കാരണം സ്ട്രെസ്സെല്ലാം കൂടെ വന്നും ഭയങ്കര ദേഷ്യമാണ്. അമേരിക്കയിൽ 25% സ്ത്രീകൾ ഭർത്താവിനെ തല്ലുന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണോ, നിങ്ങൾ എൻ്റെ ഭാര്യ എത്രയോ മെച്ചം. അമേരിക്കയിലെ ഒരു ഔദ്യോഗിക കണക്ക് പറയുന്നത് എങ്ങനെയാണ്, 25% പെണ്ണുങ്ങൾ കെട്ടുകൊണ്ട് നല്ല നമ്മളെ നല്ല നന്നായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അത്രയും പെർസെൻറ്റിലും കുറച്ച് പെർസെൻ്റ് ഉണ്ട്. കാരണം എൻ്റെ അടുത്ത് ചില ആൾക്കാർ വരും പറയാറുണ്ട്, ചില ഭർത്താക്കന്മാരും പറയും, ചില ഭാര്യമാർ എന്താണെന്ന് അറിയത്തില്ല, ദേഷ്യം വരും, ഒരെണ്ണം കൊടുത്താലാണ് എനിക്ക്. അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഏതായാലും ബൈബിൾ പറയുകയാണ് സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാമത്തെ അധ്യായം എടുക്കാം. അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സുഭാഷിതം 10-ാമത്തെ അധ്യായം. ഇത് വളരെ മനോഹരമാണ്. ഇത് ഭാര്യയ്ക്കും ഭർത്താവ് നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നതാണ്. ഇന്ന് വായിക്കാൻ എല്ലാവരും കൂടെ ചേർന്ന് സുഭാഷിതം 10-ാമത്തെ അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അതിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഉറക്കൊന്ന് വായിച്ചോ. വചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് വചനത്തിൻ്റെ ഒരു അനുഗ്രഹ അഭിഷേകം കിട്ടും. ഉറക്കെ വായിച്ചേ. വാക്കുകൾ ഏറുമ്പോൾ തെറ്റു വർദ്ധിക്കുന്നു, വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ്, ഒന്ന് വായിച്ചൊന്നുകൂടെ, നീതിമാന്മാരുടെ നാവ് എന്താണ്? വിശിഷ്ടമായ വെള്ളിയാണ്. ഒന്നുകൂടെ വായിച്ചേ. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. അപ്പോൾ അത് മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്, മീക്ക്നെസ് ഈസ് ദ പവർ. അത് നമ്മൾ തിരിച്ചറിയണം. ചില കുടുംബങ്ങളിൽ ചില ആളുകൾക്കുള്ള തെറ്റായ ചിന്തയാണ് ശാന്ത സ്വഭാവം എന്നുള്ളത് ഒരു ബലഹീനതയാണ്. അല്ല, അത് വലിയ ശക്തിയാണ്. പിന്നെ അടുത്ത വാക്യം വായിച്ച്, ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടത്, നീതിമാന്റെ വാക്ക് മതി, നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു. ഭാര്യമാരെ ശ്രദ്ധിച്ച് നിങ്ങളൊരു ഒരു നല്ലൊരു വാക്ക് ഭർത്താവിനോട് പറഞ്ഞാൽ അയാൾക്ക് എന്ത് പോഷണമായിരിക്കും എന്നറിയാവോ, എന്തൊരു ഉത്തേജനമായിരിക്കും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ കലഹത്തിൻ്റെ ഒരു അരൂപി വിട്ടുപോയി പ്രോത്സാഹനത്തിൻ്റെ നല്ല കാര്യങ്ങൾ പറയണം. എഫേഷ്യൻസ് അതിൻ്റെ 5:32, എഫേസൂസിൻ്റെ ലേഖനം 5:32 പൗലോസ് ശ്ലീഹ പറയണത് എങ്ങനെയാണ്? ചില കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് പറയുവിൻ. ആളുകൾക്ക് ഉന്മേഷം നൽകുന്ന, ഉത്കർഷം നൽകുന്ന, എൻകറേജ്മെന്റ് നൽകുന്ന വാക്കുകൾ സന്ദർഭം അനുസരിച്ച് പറയും. എഫേഷ്യൻസ് എടുത്ത് എഫേഷ്യൻസിന്റെ 4:29 ഞാൻ ഉദ്ദേശിച്ചത് 4:29 കേട്ടോ, 4:29. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അതാണ് എഫേഷ്യൻസിന്റെ 4:29 വാക്യം. നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുവിൻ. ഉചിതമായ ഉത്തരം, സൗമ്യമായ മറുപടി ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി സെന്റ് ജെയിംസ് പറഞ്ഞൊരു കാരണം പറഞ്ഞ ഒരു പോയിന്റ് അവസാനിപ്പിക്കാം. യാക്കോബ് ശ്ലീഹ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്ലോ ടു ആങ്കർ, സ്ലോ ടു സ്പീക്ക്, ക്വിക്ക് ടു ഹിയർ. 1:19 3 കാര്യം പറയാണ് ഓരോ ഭാര്യമാരോടും. സെന്റ് ജെയിംസ് പറഞ്ഞ എങ്ങനെയാണ്? കേൾക്കുന്നതിൽ നിങ്ങൾ സന്നദ്ധതയാണ്, കുക്ക് ടു ഹിയർ. സംസാരിക്കുന്നതിൽ തിടുക്കം വേണ്ട, കോപിക്കുന്നതിൽ മന്ദഗതി. 3 കാര്യങ്ങൾ. ജെയിംസ് 1:19 കുക്ക് ടു ഹിയർ, സ്ലോ ടു സ്പീക്ക്, സ്ലോ ടു ആങ്കർ. ഒന്നെല്ലാവരും നേരിട്ട് പറയാം, പലതരം എടുത്ത്. കേൾക്കുന്നതിൽ സന്നദ്ധ, സംസാരിക്കുന്നതിൽ തിടുക്കം വേണ്ട, കോപിക്കുന്നതിൽ മന്ദഗതി. ഈ ഒരു അഭിഷേകം നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന നന്നായിരിക്കും. എല്ലാവരും ഒന്ന് വായിച്ചേ. എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും. അപ്പോൾ ചില ദാമ്പത്യ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എങ്ങനെയാണ്? ഭാര്യമാരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സംസാരം ആരംഭിക്കും ഭർത്താവിനോട് സംസാരിക്കുന്നത്, മനുഷ്യൻ നിങ്ങൾ പണ്ടേ ഞാൻ പറഞ്ഞതാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരം തുടങ്ങിയൊക്കെ തന്നെ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ച് നല്ല നീതിമാന്റെ വാക്കുകൾ വെള്ളി പോലെയാണ്, അതേപോലെ മധുരമായ വാക്കുകൾ പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വചനം നിങ്ങൾ മറക്കുകയല്ലോ. എന്തെന്നാ വചനം? നമ്മൾ ആദ്യം പഠിച്ച വചനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കും. കലഹക്കാരിയായ ഭാര്യയോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എങ്ങനെയാണ്? തട്ടിമ്പുറത്ത്. കെട്ടിയന്മാർക്ക് ആ വാക്ക് ഇഷ്ടമാണ്, തട്ടിപ്പുറം നല്ലൊരു വാക്കാണ്. അല്ലെങ്കിൽ മരുഭൂമി. 2 രീതിയാണ് പറയുന്നത്. അതുകൊണ്ട് ഭാര്യമാരെ കലഹം ഉണ്ടാക്കുമ്പോൾ ഓർപ്പിച്ചോ, നിങ്ങൾ ഭർത്താവിനെ മരുഭൂമിയിലേക്ക് അയക്കുകയാണ്, അല്ല തട്ടിപ്പുറത്തേക്ക് അയക്കുകയാണ്. വളരെ ഉയർത്തിയെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ. ഈ ഒരു അരൂപി വിട്ടുപോകാനും, സ്നേഹത്തിന് അരൂപി ഉണ്ടാകാനും, നല്ല കാര്യങ്ങൾ പറയാനും. ഞാൻ ദമ്പതിദാനം നടത്തുമ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു ചെറിയൊരു എക്സർസൈസ് ഉണ്ട്. ഭർത്താവിനെ കുറിച്ച് ഒരു 10 കാര്യം എഴുതാൻ പറയും. നമുക്ക് ചില ഭാര്യമാർ പെട്ടെന്ന് എഴുതി കൊടുക്കും, ചില ഭാര്യമാർ 2 എഴുതി കൂടെ ചിന്തിക്കണം ഏതാണാവോ ഇയാൾക്കുള്ളത്. 10 നല്ല നന്മകൾ. ഇപ്പം നിങ്ങളുടെ കെട്ടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് നന്മയുണ്ട്, അത് കണ്ടുപിടിച്ചൊന്ന് പറയുകയോ ഒന്ന് എഴുതി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്തോരം അഭിഷേകമാണെന്നറിയാമോ. അത് ലോകത്തിൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. വളരെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവായ ഈശോയെ, കലഹത്തിൻ്റെ അരൂപിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ചുണ്ടി കൂടുകയും ചെയ്യുന്ന എൻ്റെ സ്വഭാവ രീതിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നല്ല വാക്കുകൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് വായിക്കുകയും ഇൻ്റർനെറ്റൊക്കെ തപ്പൊക്കെ ചെയ്തപ്പോൾ ഒരു മനോഹരമായ സെൻറ്റൻസ് ഇങ്ങനെയാണ്: ബ്ലസ് യുവർ ഹസ്ബൻഡ് വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻ. ബ്ലസ് യുവർ ഹസ്ബൻഡ് വിത്ത് യുവർ കമ്മ്യൂണിക്കേഷൻ. ഹല്ലേലൂയ. ഇന്ന് അനേക ദമ്പതികളുടെ ഇടയിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്കറിയാവുന്നില്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. നല്ല വാക്കുകൾ പറയാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കൊണ്ട് മനഃപൂർവ്വം നിങ്ങളത് ചെയ്യണം. കുറ്റം പറയാനായിട്ട് തോന്നുന്ന സമയത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് യാതൊരു ഗുണമില്ലാതെ തിരിച്ചറിയണം. നിങ്ങൾ ചിന്തിച്ച് നോക്കി, കുറ്റം പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നന്മ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നന്മ വളരും, കുറ്റം പറഞ്ഞാൽ കുറ്റം വളരും. അതാണ് എൻ്റെ ബേസിക് പോളിസി കേട്ടോ. നന്മ പറഞ്ഞാൽ നന്മ വളരും, കുറ്റം പറഞ്ഞാൽ കുറ്റം വളരും. ഭർത്താവിനെ കുറിച്ച് ഒരു 10 പേരുടെ കുറ്റം പറഞ്ഞു, അയാളുടെ കുറ്റം കൂടിക്കൊണ്ടേയിരിക്കും.
10 പേരുടെ അയാളുടെ നന്മ മനഃപൂർവ്വം കണ്ടുപിടിക്കണം. തിന്മ പെട്ടെന്ന് നമ്മൾ കാണും, നന്മ മനഃപൂർവ്വം കണ്ടുപിടിച്ച് അത് പറയണം. അത് പറയുമ്പോൾ അയാളിലുള്ള നന്മ വളരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്, ശ്രദ്ധിക്കണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ദമ്പതിയാനത്തിന് പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ ഈ ഒരു സെക്ഷൻ അതിങ്ങനെയാണ്. നഥാനിയേൽ ഹോഥോൻ എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. അയാൾ വലിയ എഴുത്തുകാരനായതിൻ്റെ കാരണം അയാളുടെ ഭാര്യയാണ്. കാരണം ഇയാളൊരു ജോലിക്കാരനായിരുന്നു. ജോലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട എല്ലാ തരത്തിലും തകർച്ചയുണ്ടായെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി. അപ്പം ഭാര്യ പറഞ്ഞു, മനുഷ്യൻ നിങ്ങൾ വിഷമിക്കണ്ട, ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും, ഞാൻ ജോലിക്ക് പോകാം എന്ന് പറഞ്ഞ് ഭാര്യ ജോലിക്ക് പോവുകയും തുടർന്ന് ഭാര്യ ഒരുപാട് കഷ്ടപ്പെട്ട് അയാളുടെ പറയും, നിങ്ങൾക്ക് എഴുതാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. പക്ഷേ ഇയാൾക്ക് ജോലിക്ക് പോകാത്തതുകൊണ്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അദ്ദേഹം അതിനൊന്നും അധികം പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ ഭാര്യ സ്നേഹത്തോടെ നിർബന്ധിച്ചും സ്നേഹിച്ചും പലപ്പോഴും പറഞ്ഞും അയാളുള്ള ആ ക്വാളിറ്റിനെ പറഞ്ഞു അതങ്ങോട്ട് അങ്ങനെയാണ് അദ്ദേഹം വളരെ പ്രസിദ്ധമായ ദ ഹാർലറ്റ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഹാർലറ്റ് ലെറ്റേഴ്സ് തന്നോണം ഒരു കൃതി എഴുതി. നഥാൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥകാരനാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒറ്റ പ്രോത്സാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോത്സാഹനം വളരെ പ്രധാനപ്പെട്ടാണ്. ഇണ എന്ന വാക്കിന് ബൈബിൾ പറയുന്ന ഒന്നാമത്തെ നിർവചനം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി എന്നാണ്. ബൈബിൾ പറഞ്ഞു, ഞാൻ അവൾക്ക് ചേർന്ന ഇണയെ നൽകും എന്ന ദൈവം പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം എന്താണ്? പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി. പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമത്തെ അർത്ഥം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. ഇണ എന്നത് മനോഹരമായൊരു വാക്കാണ്. ഇനി ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം ഭാര്യമാരോട് ബൈബിള് പറയണ ഒരു രണ്ടാമത്തെ കാര്യം ഇതാണ്. അത് സുഭാഷിതം 11:22. സുഭാഷിതം 11:22. പിന്നെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ചിരി വരും, ചിലപ്പോൾ ദേഷ്യം വരും. ഏതായാലും ഒന്ന് വായിക്കാം. സുഭാഷിതം 11:22. സുഭാഷിതം 11:22 നിട്ടെ. എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചത്. ഈ ബൈബിളിൻ്റെ ഓരോ കാര്യം ഈ അച്ഛൻ എവിടെ നീ അതെല്ലാം കണ്ടുപിടിച്ച് നിങ്ങൾ വിചാരിക്കുന്നത്? ഒന്നൂടെ വായിച്ചേ, എല്ലാവരും ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം ഇതാണ്. പിന്നെ ദൈവം നൽകിയ സൗന്ദര്യം നല്ലതാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിന് ഓവർ എംഫസിസ് കൊടുത്ത് ചില ആളുകൾ ഒരുപാട് ടൈം ഇതിനു വേണ്ടിയിട്ട് മേക്കപ്പിനും പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച് എന്ത് പറ്റി, നമ്മൾ ഇന്നർ ബ്യൂട്ടി വളരത്തുമില്ല. അതുകൊണ്ട് ബൈബിൾ പറയാണ്, വകതിരില്ലാതെ അങ്ങനെ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ അങ്ങനത്തെ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം, വകതിരില്ലാത്ത സുന്ദരിയെക്കുറിച്ച് പറഞ്ഞാണ്, അത് പന്നിയുടെ സ്വർണ്ണ മൂക്കുത്തിക്ക് തുല്യമാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം ഓർക്കണം, നല്ലതാണ്. നിങ്ങൾക്ക് ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് സുഭാഷിതം ഭർത്താവ് പറഞ്ഞാൽ വലിയ സുഭാഷിതം 11:22 പറഞ്ഞ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. കുട്ടികളോട് പറയുമ്പോൾ വളരെ നല്ല ബുദ്ധി ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞോണം. കാരണം കുട്ടികൾ ടീനേജ് പ്രായത്തിൽ കുറച്ച് മേക്കപ്പിനൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അവരോട് സ്നേഹത്തോടെയൊക്കെ അവർ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തോട്ടെ, പ്രായമല്ലേ. എന്നാലും നമ്മൾ ഒരു എന്താ പറയണത്, ഒരു സെൽഫ് ഡിസിപ്ലിൻ. അതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നെ കല്യാണത്തിനന്നും ഒത്തുകല്യാണത്തിനന്നും പത്രോസ്ലീഹയുടെ ലേഖനമാണ് വായിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്നാ ഓർക്കാനല്ല, അന്നെന്തൊരു ടെൻഷനായിരുന്നു. അപ്പോൾ അതിലൊരു കാര്യം ഇങ്ങനെയാണെന്ന് വായിച്ച് കേൾപ്പിക്കാം. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ, അവിടെ ശരിക്കും സൗന്ദര്യത്തെക്കുറിച്ചാണ് പത്രോസ്ലീഹ പറയണത്. അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കറിയുന്നത്, ഞാൻ യൂത്തിനും കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ടീനേജേഴ്സിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കുട്ടികൾക്കൊക്കെ പലതരം ധ്യാനങ്ങൾ നമ്മൾ ടീം നടത്തുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് ധ്യാനത്തിന് ശേഷം ഒരുപാട് മേക്കപ്പ്, ഒരുപാട് അതിനോടൊക്കെ ഉള്ള താല്പര്യം അങ്ങോട്ട് പോകും. അപ്പോൾ ആ കുട്ടികൾ പറയണത്, അച്ഛാ വീട്ടിൽ ചെന്നാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം അമ്മയ്ക്ക് ഇതിനെ കുറച്ച് മേക്കപ്പ് പിടിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനു വേണ്ടി അതൊരു പലതരം കാരണങ്ങൾ കാണും. ഒന്ന്, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിൽ നമുക്ക് അധികം മേക്കപ്പ് ഇടാൻ പറ്റി കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് നമ്മളത് നമ്മുടെ കുട്ടികൾക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെ ഒരു സൈക്കോളജിയാണ് അത്, കുഴപ്പമൊന്നുമില്ല നമുക്ക്. പിന്നെ അത് വെച്ചാൽ നമ്മുടെ ഒരു ചിന്തയുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ചെല്ലുമ്പോൾ കുറച്ചൊരു ഇതായിരിക്കണമെന്ന്. ഏതായാലും മേക്കപ്പിൽ തന്നെ പാപമല്ലെങ്കിലും ദൈവം നമുക്ക് നൽകിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല കുട്ടികളും അവർ പറയുന്ന സങ്കടം ഇതാണ്, അവരുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ അതൊരു തടസ്സം നിൽക്കാൻ ചിലപ്പോൾ ചില അമ്മമാരായിരിക്കും. ഒരുപാട് നിങ്ങൾ തടസ്സം നിൽക്കരുത്. അവർക്ക് ഒരുപാട് മേക്കപ്പ് ഇടണമെങ്കിൽ അവർക്കൊരു ഫ്രീഡം കൊടുത്തേക്കുക. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി.
ഞാൻ കുട്ടികളോട് ആബ്സ്റ്റിനൻസിനെ കുറിച്ചും പെനൻസിനെ കുറിച്ചും പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഇറച്ചി മീനൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥനയൊക്കെ നമ്മുടെ നോമ്പ്. ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ അവർ പറയാണ്, ഞാൻ മക്കളെ നിങ്ങൾ എന്താണ് സ്പെഷ്യലായിട്ട് ഒരു ത്യാഗം ചെയ്യുന്നത്? അപ്പോൾ കുറച്ച് ഗേൾസ് പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ഒരു മാസത്തേക്ക് മേക്കപ്പ് ഇടുന്നില്ല. അവർ പറഞ്ഞത് അതിന് വേണ്ടി 2-3 മണിക്കൂറൊക്കെ ചിലവഴിക്കും അത്രേ. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു, അമേരിക്കയിൽ കുട്ടികളുടെ ധ്യാനത്തിന് അവരുടെ കൂടെയാണ് താമസം ഞങ്ങൾ ടീം. കാരണം ഒരു കോമണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെളുപ്പിന് നിൽക്കുമ്പോൾ ഇത് കൊണ്ടുവന്ന് കണ്ണാടി കൊണ്ടുവന്നിട്ട് മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പള്ളിയിൽ ഇത് ലേറ്റായിട്ടാണ്. അപ്പോഴാണ് ദൈവം ഇത് ഒരു പ്രത്യേക ഒരു സാധനമാണെന്ന് പറഞ്ഞവരെ. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ല, അതിനെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ സൗന്ദര്യം. വായിച്ചേ പത്രോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം, 1 പത്രോസ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഓരോ ഫാഷനും മാറിക്കൊണ്ടിരിക്കും. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം അന്ന് വീട്ടിലൊക്കെ പൈസ കുറവായിരുന്നു, ചിലപ്പോൾ നിക്കറിൻ്റെ മൂടൊക്കെ ചിലപ്പോൾ കീറിയിരിക്കും. അങ്ങനെ മൂട് കീറിയാൻ ട്രാൻസ്പോർട്ടിൽ നിന്ന് വിളിച്ച് കളിയാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇപ്പോൾ അതൊരു ഫാഷനാണ് അല്ലേ? അത് ഫാഷനായിട്ട് മാറി. പണ്ട് നമ്മൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരുന്നത് അത് ഓരോ ഫാഷനാണ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പണ്ട് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഹരമായിരുന്നു. ഇപ്പോൾ ഇടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് വിറ്റ് നമുക്ക് ആ പാവപ്പെട്ട് കൊടുക്കാം. റോഹിച്ചും കുറച്ചും വരും അതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ കുറേ നിങ്ങൾ അല്ലെങ്കിൽ കള്ളന്മാരടിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത്. നോക്കിയാൽ സ്വർണത്തോടുള്ള അമിതമായ ഒരു പ്രതിപത്തി ചില സ്ത്രീകൾ ഇവിടെ ഒട്ടും ധരിക്കാൻ പറ്റില്ല. ആകെപ്പാട് 2 ആഴ്ചയൊക്കെ നാട്ടിൽ പോവുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഇത് വീട് കുറേ കൂട്ടി മേടിക്കും. അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അടിമത്തം ചില ആൾക്കാർക്കുണ്ട്. ഇതെല്ലാം വേണ്ട ഞാൻ പറയണല്ലോ, പെന്തക്കോസ്തിനൊന്നുമല്ല ഞാൻ. ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരു അടിമത്തം ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യത്തെക്കുറിച്ച് സെന്റ് പീറ്റർ പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തന്നെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അതൊരു ഫോബിയ പോലെയാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അങ്ങോട്ട് മേടിക്കുകയാണ്. അത് ധരിക്കാൻ പലപ്പോഴും പറ്റത്തില്ല. ഇങ്ങനെ കൂട്ടി വെച്ച് അതിനെ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തിന്മകളുണ്ടെങ്കിൽ ഒന്നും നമ്മൾ അടിമപ്പെടുത്താൻ പാടില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ആര് പറയുന്നില്ല ഹല്ലേലൂയ? യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. എനിക്ക് വളരെ പരിചയമുള്ള ഒരു ചേച്ചി ചെയ്തൊരു കാര്യം ഇതാണ്. കല്യാണം കഴിഞ്ഞ് അവർക്ക് 50 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തോന്നി 50 പവൻ സ്വർണവും പല ഗഡുക്കളായി അവർ അത് വിറ്റ് 5 പവൻ വെക്കും. അതങ്ങനെ ഒരു പാവപ്പെട്ട പെണ്ണെ കെട്ടിക്കാൻ കൊടുക്കും. അത് മുഴുവനും വിറ്റ് അവർ പാവപ്പെട്ടവർ കൊടുക്കും. ഞാൻ വിചാരിക്കും എത്രയോ വലിയ പ്രതിഫലമാണ് സ്വർഗത്തിലുള്ളത്. ചില ആൾക്കാരുണ്ട് 25 പവനൊക്കെ കള്ളന്മാരടിച്ചിട്ട് പോയി. ഇത് സ്വർഗത്തിൽ വലിയ പ്രതിഫലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു പ്രേരണ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം. എല്ലാം വിൽക്കണമെന്നില്ല. നിങ്ങൾ 50 ഉണ്ടെങ്കിൽ ആദ്യം ഒരു 5 പവൻ വിറ്റ് അത് കൊടുക്കുക. പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ അങ്ങനെ പതുക്കെ ചെയ്ത് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ കർത്താവ് വിളിക്കുകയാണെങ്കിൽ വന്നോളൂ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ചിലർ പറയണം അച്ഛാ ഇപ്രാവശ്യം സെക്കൻഡ് സാറിന് അടുത്ത പ്രാവശ്യം പോലും ഞാനില്ല. ഇപ്പം ഭാര്യമാരോട് പറയാണ്, ഭാര്യമാരെ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഒരു കൃപ കർത്താവ് തരുവാണെങ്കിൽ സ്വീകരിക്കണം. ആ ഒരു കൃപയിലേക്ക് കർത്താവ് നിങ്ങളെ വളർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ അമിത ശ്രദ്ധ മാറി ആന്തരികത്തിലേക്ക് കുറേ കൂടെ നോക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു വിശുദ്ധനെ പരിചയപ്പെടുത്താം. വിശുദ്ധൻ്റെ പേര് സെയിൻറ്റ് ഡ്രോഗോ എന്ന വിശുദ്ധനാണ്. കേട്ടിട്ടുണ്ടോ? സെയിൻറ്റ് ഡ്രോഗോ എന്ന് പറഞ്ഞേ. പുതിയ വിശുദ്ധന്മാരെ കേൾക്കണമെന്നല്ല. സെയിൻറ്റ് ഡ്രോഗോ ഒന്നുകൂടെ പറ. അത് ഒരു ആൺ വിശുദ്ധനാണ്. ഈ വിശുദ്ധൻ്റെ പ്രത്യേകത വെച്ചാൽ അതായത് ചെറുപ്പത്തിൽ അപ്പനമ്മയൊക്കെ മരിച്ചുപോയി. പിന്നെ പാവപ്പെട്ടവനായി. അദ്ദേഹത്തിന് പിന്നെ തീർത്ഥാടനം നടത്താനായിട്ടൊരു കൃപ കിട്ടി. അങ്ങനെ അദ്ദേഹം തീർത്ഥാടനങ്ങൾ നടത്തി. ഒരിക്കലും അദ്ദേഹം തീർത്ഥാടനം നടക്കുമ്പോൾ എന്തോ ഒരു അപകടം സംഭവിച്ച് ഒരു പ്രത്യേക രോഗം വന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും മുഖം മുഴുവനും വികൃതമായി. വികൃതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നോക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ മാർപ്പാപ്പ ഒരാളിങ്ങനെ കെട്ടിപ്പിടിച്ച് കൊടുക്കുന്നത് കണ്ടില്ലായിരുന്നു, ഒരു വികൃതമായിട്ട്. അതേപോലെ ഭയങ്കര വികൃതം.
അതുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടെ കൂടി ഇയാൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി കാരണം പള്ളിയുടെ അടുത്ത് ചെറിയൊരു വീടുണ്ടാക്കി കൊടുത്തു. അവിടെ താമസിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. എന്നിട്ട് ചെറിയൊരു ജനലിൽ കൂടെ ഇവർ ഭക്ഷണം കൊണ്ട് കൊടുക്കും. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കിടന്ന് നിലവിളിക്കാൻ കണ്ടു കഴിഞ്ഞാൽ അത്ര ഭീകര ഇതായിട്ട് മാറി. പക്ഷെ അദ്ദേഹം 40 വർഷക്കാലം വളരെ എളിമയോടുകൂടി തൻ്റെ ഈ വൈരൂപ്യത്തെ അത് അംഗീകരിച്ച് അദ്ദേഹം അവിടെ താമസിച്ച് പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിച്ച് അദ്ദേഹം വിശുദ്ധനായിട്ട് മാറി. വിശുദ്ധ ഡ്രോഗോ, സെയിൻറ്റ് ഡ്രോഗോ. അപ്പോൾ അമിതമായ സൗന്ദര്യത്തോടുള്ളത് വരുമ്പം ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം, നന്നായിരിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. സഭയിൽ ഏതെങ്കിലും പോരായ്മയും കുറവുള്ള ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഓരോ വിശുദ്ധനെ സഭ തന്നിട്ടുണ്ട്. സൗന്ദര്യത്തോട് അമിതമായ താല്പര്യമുള്ള ആൾക്കാരുടെ വിശുദ്ധയുണ്ട്. ആ വിശുദ്ധയുടെ പേരാണ് സെയിൻറ്റ് റോസ് ഓഫ് ലീമ. ലീമയിലെ വിശുദ്ധ റോസ പുണ്യവതി. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു വിശുദ്ധിയാണ് അവർ. ഈ വിശുദ്ധിയുടെ പ്രത്യേകത അതീവ സുന്ദരിയായിരുന്നു. അതീവ സുന്ദരി, ഇഷ്ടംപോലെ മുടി അന്നത്തേതനുസരിച്ച്. പക്ഷേ അവളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ അവൾ ഉറക്കം വരുമ്പോൾ പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി അവൾ എന്ത് ചെയ്യുച്ചാൽ അവളുടെ മുടിയൊക്കെ ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് ഇങ്ങനെ തറച്ചു വെക്കും. ചിലപ്പോൾ ഞാൻ ഉറക്കമാരായിട്ടുണ്ട്. അന്നത്തെ കാലത്ത് വിശുദ്ധന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അവളെ കെട്ടിച്ചു വിടണമെന്ന് അപ്പനമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു കാരണവശാലും അവൾ സമ്മതിച്ചില്ല. അതിൽ മടത്തി ചേർന്നു. അവൾ കന്യാസ്ത്രീയായിട്ട് മാറി. അതീവ സുന്ദരിയായിരുന്നു. അതെല്ലാം കർത്താവിന് സമർപ്പിച്ചു. നിങ്ങൾ അറിയാം, ഒത്തിരി പേർക്ക് പരിചയമുള്ളതാണ് റോസ പുണ്യവതി അല്ലേ, റോസ അല്ലെങ്കിൽ ലീമ, സെയിൻറ്റ് റോസ് ഓഫ് ലീമ. ഈ രണ്ടുപേരാണ് ഈ ഒരു മേഖലയിൽ എക്സ്പേർട്ടുള്ള വിശുദ്ധന്മാർ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് സഹോദരിമാർ വളരെ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞതാണ്, അഹന്ത നിറഞ്ഞ നോട്ടം അത് പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. കുടുംബജീവിതത്തിൽ പരാജയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ് അഹന്ത നിറഞ്ഞ നോട്ടം. സുഭാഷിതം 6:16 വാക്യങ്ങളിൽ ഇങ്ങനെ വചനം പറയാണ്, ദൈവം വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്, 7ാമത് ഒന്നുകൂടി വെറുക്കുന്നു. അതിൽ 1ാമത്തെ കാര്യം ദൈവം പറയുന്നത് എങ്ങനെയാണ്? അഹങ്കാരം നിറഞ്ഞ കണ്ണുകൾ. അപ്പോൾ അത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ ഭൂരിഭാഗം സഹോദരിമാരാണ് ഇവിടെ ആദ്യം വന്ന് ഈ രാജ്യത്ത്. ആ കഷ്ടപ്പാടെല്ലാം നിങ്ങളാണ് അനുഭവിച്ചത്, യാതൊരു സംശയമില്ല. അതൊരു അഹങ്കാരമായിട്ട് മാറാൻ വലിയ സാധ്യതയുണ്ട്. കാരണം നിങ്ങളെ ഭർത്താവിനേക്കാൾ നിങ്ങൾ ഏണ് ചെയ്യുന്ന കാരണം അറിയാതെ ഒരു സാധനം ഇങ്ങനെ ചൊറിഞ്ഞ് അങ്ങോട്ട് വരും ചിലപ്പോൾ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മുടെ നോട്ടത്തിലൊക്കെ ആ ഒരു സാധനം അങ്ങോട്ട് കിടക്കും. അല്ലെങ്കിലും നിങ്ങൾക്കറിയാൻ പറ്റുക. പിന്നെ ചില വീടുകളിൽ ആണുങ്ങൾ അധികം ഫോൺ വിളിച്ച് ബാക്കിയുള്ള യൂട്ടിലിറ്റി ബില്ല് അടയ്ക്കുന്നു, അങ്ങനത്തെ ഇടപെടാറുണ്ടായിരിക്കില്ല. പെണ്ണുങ്ങളായിരിക്കും പലപ്പോഴും ചെയ്യണത്. അപ്പോൾ എന്തുകൊണ്ട് എല്ലാ മേഖലയിലും ഒരു സുപ്പീരിയോറിറ്റി അറിയാതെ വന്നു കഴിയുമ്പോൾ ഈ ഒരു തിന്മ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല, പക്ഷെ ചിലപ്പോൾ സാധ്യതയുണ്ട്. എനിക്കങ്ങനെ ചിലപ്പോൾ അഹങ്കാരം വരാറുണ്ട്. പക്ഷേ നമ്മൾ അഹങ്കാരത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് എളിമ. അഹങ്കാരം ചിലപ്പോൾ വരും. നോക്കട്ടെ, മുഖത്തേക്ക് നോക്കട്ടെ, സഹോദരിമാരും കിടന്ന് നോക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അഹങ്കാരം നിറഞ്ഞ കണ്ണുകൾ ദൈവം വെറുക്കുന്ന കാര്യമാണ്. അഹന്ത നിറഞ്ഞ കണ്ണുകൾ. പിന്നെ ഫസ്റ്റ് സാമുവേൽ 2:2 വചനമുണ്ട്. വചനം എങ്ങനെയാണ്? അഹന്തയോടെ മേലിൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. അഹന്തയോടെ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം ഈ 2 കാര്യങ്ങൾ. നമ്മുടെ കണ്ണുകളിലുള്ള ഒരു അഹങ്കാരത്തിന്റെ ഒരു സാധനം വരാൻ പാടില്ല. അഭിമാനമാണ്, സന്തോഷമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അഹങ്കാരം. ചിലപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പല കസിൻസും സഹോദരങ്ങളെല്ലാം നമ്മളെ കാണുമ്പോൾ അവർക്കറിയാം നമ്മളാണ് അവരെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒരു വളരെ എളിമയോടും സ്നേഹത്തോടും കൊടുക്കാതെ ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന് ഒട്ടുമില്ല. ദൈവത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അഹങ്കാരം. ആദ്യ പാപം തന്നെ എന്താണ്? അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭുതമാകുന്ന അനുസരണക്കേടാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ എളിമപ്പെടാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആക്കണമേ. ചിലപ്പോൾ നിങ്ങൾക്ക് അഹങ്കാരത്തിൽ ഒത്തിരി ഒരു പീഡ പോലെ ചിലപ്പോൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എളുപ്പപ്പെട്ട് നിൽക്കണം. ദൈവം ഈ പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്ക് എളിമ തരണമേ. പല കുടുംബങ്ങളിലും വലിയൊരു പ്രശ്നം, കുടുംബ പ്രശ്നത്തിൻ്റെ പ്രശ്നം ഇതാണ്. ചില സ്ത്രീകൾക്ക് ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സ് പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നാച്ചുറലായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത് പുരുഷന് ഒരു സ്വല്പം കുടുംബത്തിൽ തലവനാകാൻ തക്ക തരത്തിലൊരു മേധാവിത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ബൈ നേച്ചർ ദൈവം കൊടുത്താണത്. ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയത് കറക്റ്റാണത്. അപ്പോൾ ഈ രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മൾ വരുമ്പോൾ ഈക്വലാണ്, അത് സംശയമില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും തുല്യരാണെങ്കിലും ഭർത്താവിന് വിധേയപ്പെടണം എന്നാണ് ബൈബിൾ പറയണത്.
ഇത് രണ്ടും തമ്മിൽ ഒരു വളരെ സ്നേഹത്തിൽ പോലെങ്കിൽ പ്രശ്നമാണ്. ബോത്ത് ആർ ഈക്വൽസ് ബട്ട് വൈസ് ബി സബ്മിസീവ് ടു യുവർ ഹസ്ബൻഡ്. അത് ബൈബിളിലെ ലോ ആണ്, നിയമമാണത്. അപ്പൊ നമ്മൾ ഇവിടെ തുല്യമായി സമ്പാദിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കുന്നു. ബ്രെഡ് വിന്നർ പലപ്പോഴും സ്ത്രീയാണ്. അതുകൊണ്ട് നാച്ചുറലായിട്ട് ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ, അഹങ്കാരത്തിന് സാധനം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു മേഖല ഉണ്ടെങ്കിൽ എളുപ്പപ്പെടും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പൊട്ടിയാണെന്ന് ഞാൻ പറയത്തില്ല, വിവേകം നിങ്ങൾക്ക് വേണം, അത് യാതൊരു സംശയമൊന്നുമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒരു 5 പൗണ്ട് അയാൾക്ക് കൈ നീട്ടണം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തനിച്ചൊരു അക്കൗണ്ടൊക്കെ തുടങ്ങി, ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു പൊട്ടി ജീവിക്കാൻ ഞാൻ പറയത്തില്ല, വിവേകത്തോട് നമ്മൾ ജീവിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ദൈവം തരുന്ന ഏറ്റവും വലിയ വരത്തിൻ്റെ പേരാണ് വിവരം. പറഞ്ഞേ വിവരം അല്ലെ വിവേകം, അത് ഉപയോഗിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ സബ്മിസീവ് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് എ സ്ലേവ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമയൊന്നുമല്ല, പക്ഷേ വിധേയത്വം, വിശുദ്ധമായ വിധേയത്വം ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ബൈബിളിലെ നിയമം അതാണ്. ഈ ബൈബിളിൽ എഴുതപ്പെട്ട നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് കുടുംബജീവിതത്തിന് സന്തോഷം കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, അഹങ്കാരം നിറഞ്ഞ നോട്ടം ഉണ്ടെങ്കിൽ അവിടെ വലിയ തകർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഇനി അധികം ഞാൻ പറയുന്നില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞൊരു കാര്യം കൂടെ പറയാണ്. അമ്മ പറഞ്ഞു, അവിടുന്ന് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. അതുകൊണ്ട് നമ്മുടെ കുടുംബം ചിതറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് എളുപ്പപ്പെടണം. പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. എനിക്കറിയാം എൻ്റെ കർത്താവ് എന്നെ എളുപ്പപ്പെടുത്തുന്ന രീതികൾ, ഒരുപാട് എളുപ്പപ്പെടുത്തും കർത്താവ്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമ്മളത് അങ്ങനെ എളുപ്പപ്പെട്ട് നിന്നില്ലെങ്കിൽ ഏറ്റവും സുഹൃതങ്ങളുടെ ഏറ്റവും ക്വീൻ ഓഫ് ഓൾ വെർച്യൂസ് ഈസ് ഹ്യൂമിലിറ്റി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേറ്റ്, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. ഭാര്യമാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ കാര്യം മറന്നുപോയോ? നമ്മുടെ തട്ടിമ്പുറം ഓർക്കുന്നുണ്ട്, കലഹ. രണ്ടാമത്തെ കാര്യം സൗന്ദര്യത്തിലുള്ള അതിശ്രദ്ധ പാടില്ല. മൂന്നാമത്തെ കാര്യമാണ് അഹങ്കാരത്തോടെയുള്ള നോട്ടം നമുക്ക് പാടില്ല. നാലാമത്തെ കാര്യം, അതുകൊണ്ട് നമുക്ക് ഇരുത്താം ഇടയ്ക്കൊരു, അല്ല ഞാൻ മാത്രം, എനിക്കൊരു ക്വാളിറ്റി ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ. പ്രൈസ് ദി ലോർഡ്. നാലാമത്തെ കാര്യമാണ് സ്ത്രീയോട്, ഭാര്യയോട് പറയാണ്, നീ ഒരു ഒടിച്ചു കുത്തിച്ചെടി പോലെ ആകണം എന്ന് പറഞ്ഞാൽ അറിയാം. ഒടിച്ചു കുത്തിച്ചെടി എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കാം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ പേരപ്പൻ്റെ വീട്ടിൽ അവിടെ പോയി. അപ്പോൾ ആ പേരമ്മ എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ചേട്ടൻ്റെ ഭാര്യ പേരമ്മ, ചില നാട്ടിൽ വല്യമ്മ എന്ന് പറയും. ഏതായാലും പേരമ്മ പറയടാ, ഇത് കൊണ്ടുപോയി ഇത് ഒടിച്ചു കുത്തി അവിടെ വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ കുത്തി വെച്ചാൽ മതി, കുറച്ച് ഇതൊക്കെ ഇട്ട് വളർന്നോളെന്ന് പറയും. അങ്ങനെ അവിടുത്തെ നല്ല ചെടിയല്ലത് അത് ഒടിച്ചു തരും. അത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അത് വളർന്നത് പിന്നെ നല്ല മനോഹരമായ പൂക്കളുമൊക്കെ തരും. ഒടിച്ചു കുത്തിച്ചെടി. അപ്പോൾ ഈ ഒടിച്ചു കുത്തുന്ന സാധനം എൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ ഒടിച്ചു കുത്തി അത് പറയുകയാണ്, ഇവിടെ വേണ്ടായിരുന്നു, അപ്പുറത്ത് മതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല, ഒടിച്ച് അവിടെ അല്ലേ ബ്ലൂം വേർ യുവർ പ്ലാന്റഡ് എന്ന് പറയണത് പോലെ അവിടെ വളരണം. ഒരു സ്ത്രീയുടെ, ഒരു ഭാര്യയുടെ ജീവിതത്തിലെ വളരെ വലിയ സക്സസിൻ്റെ, പ്രത്യേകിച്ച് ഭാര്യ എന്ന നിലയിലുള്ള സക്സസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ബൈബിൾ പറഞ്ഞത് നിങ്ങളുടെ കല്യാണത്തിൽ നിന്ന് വായിച്ചായിരുന്നു. എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ മറന്നുപോയി എന്തെന്നാ പറഞ്ഞത്? 45-ാം സങ്കീർത്തനം 10-ാം വാക്യം. എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, ചെവി ചായ്ച്ച് കേൾക്കുക. എന്താണ്? നിന്റെ പിതൃഭവനത്തെ മറന്നു കളയുക. അത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്നിട്ട് വിളിച്ചത് 45-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. ആദ്യം കേൾക്കാനാണ് പറയണത്, പിന്നെ പറഞ്ഞത് കേട്ടാൽ മാത്രം പോരാ മകളെ, നീ ചെവി ചായ്ച്ച് ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതെന്താണ്? നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും. അതുകൊണ്ടാണ് ചില സ്ത്രീയുടെ നാട്ടിൽ പോകുമ്പോൾ സ്വന്തം വീട്ടിൽ 15 ദിവസവും ഭർത്താവിൻ്റെ വീട്ടിൽ 2 ദിവസം നിൽക്കും. നല്ല മറവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പണ്ടേ പറഞ്ഞ ചില ഭർത്താക്കന്മാർ ശുദ്ധീകരണ സ്ഥലമാണ് നേരിട്ട് സ്വർഗത്തിൽ പോകും. കാരണം എൻ്റെ ഭാര്യയുടെയും സ്വന്തം അമ്മയുടെയും നടുക്ക് നിൽക്കുന്ന ഒരു ഭർത്താവിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ്. ഞാനത് കേൾക്കും, കർത്താവെ കല്യാണം കഴിക്കാതെ എനിക്ക് ഒത്തിരി സ്തോത്രം എന്ന് പറയാം. ശരിക്കും എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില കുടുംബങ്ങളിൽ. ചില ആൾക്കാർ എൻ്റെ അച്ഛൻ 5 വർഷമായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ അമ്മേനെ ശരിക്കും വിളിച്ച് സ്നേഹിച്ചിട്ടില്ല. 5 വർഷമായിട്ട്. ചില ആൾക്കാർക്ക് അത്രയും കഠിനമായ ഹൃദയമാണ്. പക്ഷെ ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ഭാര്യ, ശരിക്കും ഒരു ഭാര്യ ആകാനുള്ള ഒരു വ്യവസ്ഥ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ മകളെ നീ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക, നിന്റെ പിതൃഭവനത്തെ നീ മറക്കണം. ആ ഒരു മറവി വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിലൊരു അഭിഷേകവും ഒരു വിജയവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓർക്കെ പറഞ്ഞ ഇനി മനസ്സിലായെങ്കിൽ എല്ലാവരും ഇരുന്നോ. സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെയാണ്. പ്ലീസ് ബി സീറ്റഡ്.
ഇത്രയും കാര്യം ഭാര്യമാരോട് പറയാം. ഒരെണ്ണോട് പറഞ്ഞ അഞ്ചാമത്തെ കൂടെ പറഞ്ഞിട്ട് അച്ഛൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറയാം. അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറയണത്. പ്രദക്ഷിണത്തിൻ്റെ ഏറ്റവും പുറകിൽ അച്ഛൻ പോകുന്നത്, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. അഞ്ചാമത്തെ കാര്യം ഇതാണ്, വിധേയത്വം, സബ്മിഷൻ. ഭാര്യമാരെ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നൊരു വാദനമുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിൾ പറഞ്ഞാണ്, വൈഫ്സ് ബി സബ്മിസീവ് ടു യുവർ ഹസ്ബൻഡ്സ് ഇൻ ദ ലോർഡ്. ഒരു വാക്യം കൂടെ സെന്റ് പോൾ ബുദ്ധിപൂർവ്വം കൂട്ടിച്ചേർത്തു. കർത്താവിൽ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും എന്നാണ് പറഞ്ഞേക്കണത്. ഭർത്താവ് പറയണം, എടി നമുക്ക് അബോർഷൻ നടത്താം, അത് കർത്താവിൻ്റെ നിയമമല്ല, അത് അനുസരിക്കേണ്ട ആവശ്യമില്ല. എടി നമുക്കൊരു കാര്യം, നമുക്കൊരു കള്ള ഇൻഷുറൻസ് ഉണ്ട്, അത് നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം, അത് അനുസരിക്കേണ്ട ആവശ്യമില്ല. ബൈബിളിനും മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യം ഭർത്താവ് പറഞ്ഞ് അനുസരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൽ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അപ്പോൾ ഈ വിധേയത്വം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, അതൊരു അഭിഷേകമാണ്. നിങ്ങൾ നന്ദി പറയണം. അതൊരു കുറവല്ല, അതൊരു പോരായ്മയല്ല. ഇന്ന് ഈ രാജ്യങ്ങളിലൊക്കെ, ഈ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഫാമിലി ലൈഫ് തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിധേയത്വമില്ലായ്മയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞ് നമുക്ക് തന്നെ കാര്യം ചെയ്യാം. ഉടൻ തന്നെ നിങ്ങളുടെ സ്വന്തം അപ്പനോടും അമ്മയോടാണ് ആലോചന ചോദിക്കുന്നെങ്കിൽ ഉടൻ തന്നെ ഭർത്താവ് എടുക്കുന്ന കൺക്ലൂഷൻ എന്താ? അവൾക്ക് കമ്മിറ്റ്മെൻറ്റ് എന്നോടല്ല, അവൾക്ക് ഇപ്പോഴും കമ്മിറ്റ്മെൻറ്റ് അവളുടെ വീട്ടുകാരോടാണ്. ശരിക്കും കല്യാണം കഴിഞ്ഞാൽ, ദൈവം കഴിഞ്ഞാൽ പിന്നത്തെ സ്ഥാനം ഭർത്താവിന് തന്നെയാണ്, സംശയമില്ല. അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ സംബന്ധിച്ചും കല്യാണം കഴിഞ്ഞാൽ, ദൈവം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് തന്നെയാണ് സ്ഥാനം. അത് പിന്നെ സ്വന്തം വീട്ടുകാർക്കല്ല. അത് ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു ശ്രേണിയിൽ വലിയൊരു മാറ്റം വരികയാണ്. അതാണ് വിവാഹത്തിലൂടെ ദൈവം തരുന്നത്. അത് നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ വലിയ പരാജയമാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ, ഭർത്താക്കന്മാർ ചിലപ്പോൾ ചിന്തിക്കാൻ അവൾക്ക് വലിയ വിവരമൊന്നുമില്ല, പെൺബുദ്ധി എന്തെന്നാ നമ്മൾ കുറെ ചൊല്ലൊക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് വരത്തില്ലായിരുന്നു അല്ലേ? കുറച്ച് ബുദ്ധി കർത്താവ് കൊടുത്തുകൊണ്ടാണ്. ഇപ്പം ഏതായാലും അത് പോട്ടെ. ബൈബിൾ പറയണത് എങ്ങനെയാണ്? ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം, ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം നിങ്ങളുടെ ഭാര്യയോട് തന്നെയാണ്. നിങ്ങളുടെ സ്വന്തം അപ്പനോട് സ്ഥലം മേടിക്കണം, ആദ്യം ഭാര്യയോട് ചോദിക്കണം. വീട്ടിൽ അപ്പനോട് ചോദിച്ചിട്ട് നല്ല തീരുമാനിക്കേണ്ടത്. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഭാര്യ ഇവിടെ എല്ലാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് ചെയ്ത് ലോൺ കൊടുത്ത് ഇങ്ങനെ നമ്മൾ ആ സംസാരവും ആ ഒരു അംഗീകാരമൊക്കെ നിങ്ങൾക്ക് വേണം. ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പെരുമാറുന്നത് പോലെ ആയിരിക്കും നിങ്ങളുടെ മരുമകൻ നിങ്ങളുടെ മോളോട് പെരുമാറുന്നത്. അപ്പോൾ അവർ റെസ്പെക്റ്റ്, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, അത് കൊടുക്കണം. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യമാരുടെ പരിശുദ്ധാത്മ പറയാണ്, വിധേയരായിരിക്കുവിൻ. അതൊരു കുറവായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, അതൊരു അനുഗ്രഹമാണ്. നിങ്ങൾ ഇഫ് യു ഒബേ ദ ലോസ് ഓഫ് ദ ബൈബിൾ, ദ ലോർഡ് വിൽ കം ടു യു. ദൈവം നിങ്ങളുടെ കൂടെ വരും. ദ ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് തോന്നി കുറച്ച് പൊട്ടത്തരാന്ന് തോന്നി എങ്കിലും നിങ്ങളത് അനുസരിച്ച് നോക്കിയേ, ദൈവം നിങ്ങളോട് വർക്ക് ചെയ്യും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പം അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്കറിയാം, കുറേ കുടുംബങ്ങൾ ഒരുപാട് കടബാധ്യതയിലേക്ക് പോയതിൻ്റെ കാരണം ഒരു ആലോചനയില്ല. എന്നിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് അങ്ങോട്ട് കട വാങ്ങിച്ചു കൂട്ടിയിട്ട് ഭാര്യക്കരുതില്ല അവളുടെ ക്രെഡിറ്റ് എത്ര പൈസ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആരും വരാൻ പാടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ആലോചിച്ച് ഒരു പക്ഷേ രണ്ട് ചിറക് പോലെ ഒരുമിച്ച് ചിറകടിച്ചാൽ മാത്രമേ കുടുംബജീവിതം വലിയ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോവുകയുള്ളെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് പറയുകയാണ്, എടി നമുക്കൊരു കാര്യം ചെയ്യാം. ഉടനെ തന്നെ നിങ്ങൾ ഞാൻ എൻ്റെ അമ്മയോടൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ അമ്മയായിരിക്കും. അപ്പം പണ്ടേ മരിച്ചിട്ടുണ്ടായിരിക്കും. അമ്മ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിട്ടുണ്ട്. അമ്മ തന്നൊരു ഗൈഡൻസ് എല്ലാം കൃത്യം പോയിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിപ്പോൾ അമ്മയോടല്ല കൺസൾട്ട് ചെയ്യേണ്ടത്, ദൈവം കഴിഞ്ഞാൽ പിന്നെ പങ്കാളി തന്നെയാണ്, യാതൊരു സംശയമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഇങ്ങനത്തെ വിധേയത്വത്തിൻ്റെ ഒരു കാര്യത്തിൽ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചുവല്ലോ. നിങ്ങളെങ്ങനെ ഭർത്താവിനെ വിളിക്കുന്നത്? ഇപ്പം പറയണ്ട, ഭർത്താവിനെ ആ ഒരു സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കണം, നല്ലതാണ്. ഇപ്പോൾ ഓരോ കൾച്ചറിൻ്റെ വ്യത്യാസം വരും. ഇപ്പം എൻ്റെ മമ്മി എൻ്റെ ഡാഡിയെ ഡാഡിയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അങ്ങനെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാൻ അല്ലെങ്കിൽ പേര് വിളിക്കുമായിരിക്കും. അത് ഒക്കെ ഓരോ ഇതിൻ്റെ വിചാരിച്ചാൽ മതി. അതിലും സാറ ആ ഒരു ബഹുമാനം ഭർത്താവിനോട് നാഥ, അത്രയും ലോഡ്, അത്രമാത്രം ബഹുമാനിക്കുമായിരുന്നു. പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ പിന്നെ വിശുദ്ധമായ കേരള സംസ്കാരത്തിൽ ചില കാലത്ത് നമ്മുടെ അമ്മമാര് ഭർത്താവിനെ പേര് പോലും വിളിക്കുകയല്ല, അല്ലെങ്കിൽ ഒന്നും വിളിക്കും. കാരണം അത്രയും ഒരു ബഹുമാനമായിരുന്നു അല്ലേ. ഹേ ഊ മനുഷ്യ എന്നൊക്കെ വിളിച്ച്
പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു വലിയൊരു സ്നേഹ ബഹുമാനം അത് ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ചെറുപ്പക്കാരായ ആണുങ്ങളോട് ചോദിക്കാം, എടാ നിന്നെ നിന്റെ ഭാര്യ എടാന്ന് വിളിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇല്ല അച്ഛാ. കല്യാണത്തിന് പ്രേമിക്കുന്ന ഇടനൊക്കെ വിളിച്ചാണായിരിക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു റെസ്പെക്റ്റ് എല്ലാ ഭർത്താക്കന്മാരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ന്യൂ ജനറേഷൻ്റെ കാര്യം കൂടെ അച്ഛൻ പറയണത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈക്വലാണ്, പക്ഷേ റെസ്പെക്റ്റ്, വിധേയത്വം, ബഹുമാനം ഇത് വേണം. പൗലോസ് എഫെസ്യൻ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ ഭാര്യാഭർത്ത ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞ എൻ്റെ അവസാനത്തെ വാക്ക് 33-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ നിങ്ങൾ. ബൈബിൾ കൊണ്ട് എല്ലാവരും തുറന്നേ. എഫേസ്യൻ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യം 33-ാമത്തെ വാക്യം തോന്നുന്നു. ആ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞിട്ട് പൗലോസ് ലീഹ ഇൻ കൺക്ലൂഷൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒന്ന് വായിച്ചു കേൾക്കാം. നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയോട് പറഞ്ഞ എങ്ങനെ? ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. എല്ലാ ഭാര്യമാരും കൂടെ ചേർന്ന് ആ വചനം വായിച്ച് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഭാര്യമാർക്കുള്ള ഉപദേശം എല്ലാ ഭാര്യമാരോട് വായിച്ച്, ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ആ സെൻറ്റൻസ് മാത്രം വായിച്ചത്, ഭാര്യമാരിൽ പറഞ്ഞ കാര്യം മാത്രം വായിച്ചത്. വായിച്ച്, ഭാര്യയാകട്ടെ. ഒരു പുരുഷന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചു കൊടുത്തൊരു കാര്യമാണ് ഈ ഒരു ബഹുമാനം പ്രതീക്ഷിക്കുക. കാരണം ദൈവം അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ചില ഭാര്യമാർ ഇത് കൂടുതൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്നത് ബഹുമാനം കൊടുക്കണം. ബഹുമാനം അർഹിക്കുന്നത് ഭർത്താവിന് അർഹമുണ്ട്, കൊടുക്കണം. അത് അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇത്രയും കാര്യം പറഞ്ഞ് ഭാര്യമാരെ കുറിച്ചുള്ള ചെന്ന കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഭർത്താക്കന്മാരെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഭാര്യമാരുടെ മുഖത്തിപ്പോഴാണ് ചിരി വന്നത്. ചെയ്തവരല്ലേ ഞങ്ങൾ കാത്തിരുന്നത്. ഒന്നാമത്തെ കാര്യം ഭർത്താക്കന്മാരുടെ ഞാൻ പറഞ്ഞത്, ഒന്ന് ഹൃദയം തുറന്ന് സംസാരിക്കണം. ഭർത്താക്കന്മാരുടെ ഹൃദയം തുറന്ന് സംസാരിക്കണം. ആദം ഹവ്വായെ കണ്ടപ്പം വാ തുറന്ന് പറഞ്ഞു, ഇവളെൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസമാണ്. വാ തുറന്ന് പറഞ്ഞു. അത് ഇൻ ജനറലായിട്ട് ആണുങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം ജനറലായിട്ട് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിച്ചില്ലെങ്കിൽ അവളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും അത് ഭയങ്കര തടസ്സം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ആ മെൻ്റൽ ഗ്രോത്ത്, സൈക്കോളജിക്കൽ ഗ്രോത്ത് ഒക്കെ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഈ ഭർത്താവ് മിണ്ടാണ്ടിരിക്കുക. ഒരു ഭാര്യയെ മാനസികമൊക്കെ ഏറ്റവും സിമ്പിൾ പണി മിണ്ടാണ്ടെന്ന് വെച്ചാൽ മതി. കുറച്ചും പറഞ്ഞാൽ അങ്ങനെ ദൈവം അതിന് കൊടുത്ത ഒരു ക്രമം, അത് പറഞ്ഞ് കേൾക്കുക, അതിനോട് കുറേ മിണ്ടുക. അത് നാച്ചുറലായിട്ട് ദൈവം നിക്ഷേപിച്ചുള്ളൊരു കാര്യമാണ് ഓരോ ഭാര്യയുടെ ഹൃദയത്തിൽ. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഹവ്വ എന്നും പറഞ്ഞില്ല, ഓ എൻ്റെ മൈഡിയർ ചേട്ടാന്ന് പറഞ്ഞിട്ട് ഹവ്വ ആദത്തോട് പറഞ്ഞു. പക്ഷെ ആദം പറഞ്ഞു, ഇവൾ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും. ദാമ്പത്യ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എല്ലാ ദിവസവും സാധിക്കുന്നതാണെങ്കിൽ ഐ ലവ് യു എന്ന് ഭാര്യയോട് പറയണം എന്നാണ് പറയുന്നത്. ഇത് പറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. നിങ്ങൾ വാ തുറന്ന് പറയണം. ഭർത്താവ് സ്നേഹമൊക്കെയാണ്. ഞാൻ സാധാരണ പറഞ്ഞ പോലെ സെൻ്റ് അഗസ്റ്റിൻ പറയണത് ഇങ്ങനെയാണ്, പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്താണ്? പാപമാണെന്നാണ് പറയണത്. പ്രകടിപ്പിക്കാത്ത സ്നേഹം. നമ്മുടെ ആണുങ്ങളുടെ ഒരു പ്രത്യേകത എന്താ? ഇവിടെയാണ് ഫുൾ, ഇവിടെ ഉണ്ട് സ്നേഹമൊക്കെ, പക്ഷേ ഇതിലൂടെ പുറത്തേക്ക് വരികയല്ല. പറയണം. അത് ഭാര്യയോട് മാത്രമല്ല, പിള്ളേരോട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പിള്ളേർ ചിലപ്പോൾ പറയേണ്ട, അച്ഛാ സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാ ഡാഡമാരും പിള്ളേരെ ആയ് ഡാർലിംഗ് ഊയ് ഹണി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചുമ്മേ കൊടുക്കും. നമ്മുടെ ഡാഡ മാത്രം ഒരു പോക്കാണ്. നമുക്ക് അങ്ങനത്തെ ഒരു മീശമൊന്നുമില്ല. പിള്ളേരെ അപ്പനൊന്ന് കെട്ടിപ്പിടിക്കും, ഒരു ഉമ്മ തരുന്നൊക്കെ നോക്കുമ്പോൾ അപ്പനെ കാണാം, അപ്പൻ ഇങ്ങനെ ഒരു വെടി വലിച്ചുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഒരു നമുക്ക് അവർ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു കൾച്ചറിൽ കുറച്ച് പ്രകടിപ്പിക്കണം. പ്രതി ഭാര്യയോട് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കണം. ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന കാര്യം എൻ്റെ ഡാഡി മമ്മിയും സ്നേഹത്തോടെ ചിരിക്കുകയും വർത്താനം പറയുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷം മക്കൾക്ക് ഉണ്ടാകുന്നത്. എനിക്ക് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ സ്കൂളിൽ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ പപ്പായും നിങ്ങളുടെ അപ്പനും അമ്മയും കൂടെ സ്നേഹത്തോടെ വർത്താനം പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും അവരെന്തൊരു അവരുടെ ഒരു സ്നേഹ പ്രകടനങ്ങൾ എന്തൊരു സന്തോഷമാണ് കുട്ടികൾക്ക്. അതേപോലെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഭർത്താവിനോട് ബൈബിൾ പറയുകയാണ്, ഒന്നാമത്തെ കാര്യം, നീ വാ തുറന്ന് സംസാരിക്കണം. വാ തുറന്ന് മിണ്ടണം. ഉള്ളിൽ മാത്രം വെച്ചാൽ പോരാ. കഴിഞ്ഞ ശാലോമിലെ ബെന്നി പുന്നത്ത സാർ ഒരു ഹെഡിങ് ഒരു എഴുതിയായിരുന്നു, പത്രക്കുറിപ്പ് വായിച്ചായിരുന്നു നിങ്ങൾ ആരില്ല? എഡിറ്റോറിയലിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെയാണ്? അഭിനന്ദിക്കാൻ മറക്കരുത്. വായിച്ചിരുന്ന കൈ ഉയർത്തിക്ക്. നിങ്ങൾ കുറച്ചുപേര് വായിച്ചു. നിങ്ങൾക്ക് ശാലം കിട്ടുന്നുണ്ടോ വീട്ടിൽ?
ശാലം മനോഹരമായിട്ടൊരു ഇതാണ്, വളരെ മനോഹരമായിട്ട് ബെന്നി സാർ എത്രയോ വർഷങ്ങളായിട്ട് എഴുതുകയാണ്. കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് അഭിനന്ദിക്കാൻ മറക്കരുത്. ഒരു വെള്ളക്കാരുടെ ഒരു കുടുംബത്തിലെ സംഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം. സംഭവം എങ്ങനെയാണ്? ഒരു സ്ത്രീ 10-13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ ഭർത്താവ് വാ തുറന്ന് ഒരിക്കൽ പോലും ഒരു നല്ലതാണെന്ന് പറയത്തില്ല. അതുകൊണ്ട് ഒരു ദിവസം വൈകുന്നേരം ഭർത്താവ് ഭക്ഷണത്തിൽ വന്നപ്പോൾ വൈക്കോല് ചുരുട്ടി വെച്ച് കൊടുത്തു. വൈക്കോല് ഈ വൈക്കോല് കണ്ടപ്പോൾ ഇയാൾക്ക് കലി വന്നു. അയാൾ പറഞ്ഞു, എടി ഞാൻ എന്നെ കാളയാണ് പോത്താണോ വെച്ച് 4 ഡയലോഗ് എഴുന്നിട്ട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ 10-12 വർഷമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് ഒരിക്കൽ പോലും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ തിന്നുന്ന വിചാരിച്ച് ഉണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ നല്ല ആളുകൾ പറഞ്ഞു, എടി ഐ ആം സോറി എന്ന് പറഞ്ഞാൽ സോറി പറഞ്ഞ് അയാൾ എളിമപ്പെട്ടു. നമ്മളാണെങ്കിൽ അവിടെ ശരിക്കും കൊലപാതകം ഉണ്ടാക്കിയേക്കാണ്. ഇപ്പം ഏതായാലും സാറ് പറയുന്നത് എങ്ങനെയാണ്? അഭിനന്ദിക്കാൻ മറക്കരുത്. അത് ഓരോ വ്യക്തിയുടെ അവകാശമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പോസിറ്റീവ് കാര്യം പറയണം. ഒരു കാര്യം പറയണം. ഇവിടെ പുത്തമ്പരച്ചൻ ഈ ദമ്പതികൾക്കുള്ള ധ്യാനത്തിൽ ഇഷ്ടംപോലെ തമാശ അടിക്കും. അച്ഛൻ പറഞ്ഞൊരു തമാശ, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം ആണെങ്കിലും ഈ ഭർത്താവ് എപ്പോഴും കുറ്റം പറയും. ഈ ഭാര്യ ഒരു നന്മ ഇയാൾ വാഹ തുറന്നാൽ പറയത്തില്ല. അങ്ങനത്തെ രീതിയായിരുന്നു അയാൾക്ക്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് അറിയാം ഭർത്താവിന് ഒരുപാട് വീക്ക് പോയിന്റ് ഉണ്ട്. ഒരു വീക്ക് പോയിന്റ് ആണ്, അതായത് നല്ല താറാമുട്ട പുഴുങ്ങി വെച്ച് ഭയങ്കര ഇഷ്ടമാണ് താറാമുട്ട. അങ്ങനെ ഒരിക്കലും ഇവളെന്ത് ചെയ്ത് ഈ ഭാര്യ ഒരു താറാമുട്ട പുഴുങ്ങി വെച്ചു. ഇയാൾ ഈ താറാമുട്ട തിന്നിട്ട് പറഞ്ഞു, എടി മൂദേവി നിനക്കത് പൊരിച്ചു വെക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഈ പിറ്റേ ദിവസം ഈ ഭാര്യ ഒരു താറാമുട്ട പൊരിച്ചു വെച്ചു. ഇയാൾ തിന്നിട്ട് പറയുകയാണ്, നിനക്കത് പുഴുങ്ങി വെക്കത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഈ ഭാര്യ ബുദ്ധിയുള്ള അമ്മ 2 താറാമുട്ട, ഒരെണ്ണം പുഴുങ്ങി വെച്ചു, ഒരെണ്ണം പൊരിച്ചും വെച്ചു. എന്നിട്ട് എന്നെ കൈ പറ മനുഷ്യ കുറ്റം പറ. അപ്പോൾ ഈ ഭർത്താവ് മുട്ടനെ മാറി മാറി നോക്കി. എന്നിട്ട് പറഞ്ഞു, എടി ആ പുഴുങ്ങേണ്ട മുട്ട നീ ഇവിടെ പൊരിച്ചും വെച്ചു, പൊരിക്കേണ്ട മുട്ട ഇവിടെ പുഴുങ്ങിയും വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചില കുടുംബങ്ങൾ അങ്ങനെയാണ്, ഒരു നന്മ പറയാൻ പറ്റത്തില്ല, എപ്പോഴും കുറ്റം പറയുന്ന രീതി കാണുമായിരിക്കും. അഭിനന്ദിക്കാൻ മറക്കരുത്. ബൈബിൾ പറയാണ്, ഉൽപ്പത്തിയുടെ പുസ്തകം 2:23, ഞാൻ നേരത്തെ പറഞ്ഞ വചനം, ആദം പറഞ്ഞു, നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാണ്. അത് പറയണം. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. ഈ ദാമ്പത്യ മനഃശാസ്ത്രജ്ഞന്മാർ തകരാത്ത കുടുംബങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തി കഴിഞ്ഞാൽ അവർ പറയണതാണ്, തകരാത്ത കുടുംബങ്ങൾ ഒരു പ്രത്യേകത, ഈ ഭാര്യയും ഭർത്താവും നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ ഇടയ്ക്കിടയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു, ആ ഒരു കാര്യം പറയും. പറച്ചിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഒരിക്കൽ കൂടി എല്ലാ ഭർത്താക്കന്മാരെയും അച്ഛനെ ഓർപ്പിക്കുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം, എപ്പോഴും നിങ്ങൾ ഭാര്യ, നിന്റെ അപ്പനും അമ്മയും നിന്നെ വളർത്തിയതിൻ്റെ ദോഷം കാരണം അടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. അത് ശ്രദ്ധിക്കണം. അത് പ്രത്യേകിച്ച് ഭാര്യയുടെ വീട്ടുകാരെ പറയാമെന്ന് പറഞ്ഞാൽ അതിന് ഇതുപോലെ ദേഷ്യമില്ല. അപ്പോൾ ഭാര്യയുടെ വീട്ടിലെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭാര്യയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയില്ല. അതാണ് എൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. കൊച്ചുറേസിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. കൊച്ചുറേസി ചിന്തിച്ചെങ്ങനെയാണ്, ആ വ്യക്തി ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ അയാളേക്കാൾ മോശമായിട്ട് പോയേനെ. എനിക്ക് ദൈവം നല്ല അനുഗ്രഹമുള്ള അപ്പനും അമ്മയും നൽകിയത് കാരണം ഞാൻ ഇത്രയോലൊക്കെ മാന്യമായിട്ട് പെരുമാറുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാര്യ വളർന്നത്, ദൈവം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ആ സ്ത്രീ വളർന്ന സാഹചര്യത്തെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, ആ അപ്പനെ അമ്മേനെ റെസ്പെക്ട് ചെയ്യുക. ആ റെസ്പെക്റ്റിലാണ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ വൈകുന്നേരം ചെല്ലുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറിയൊക്കെ പറയണം, നല്ലതാണ്. സോറി പറയാൻ മടിക്കരുത്, നല്ലതാണത്. അപ്പോൾ പറയണം, എൻ്റെ ഡാഡി എനിക്ക് ഞാൻ പല പ്രാവശ്യം ഞാൻ നിന്നെ അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞോട് സോറി ക്ഷമിക്കണം എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമുണ്ട്. പറയുമ്പോൾ ഒരു ചമ്മലായിരിക്കും, പക്ഷേ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു സമാധാനം ഉണ്ടാവും. നേരത്തെ ആ സ്ത്രീ കുമ്പസാരക്കുട്ടി പോയി പറഞ്ഞ കുമ്പസാരിച്ചപ്പോൾ കിട്ടിയ അഭിഷേകം പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയണം. ചില വാക്കുകൾ ആത്മാർത്ഥമായിട്ട് സോറി പറയണം. പറഞ്ഞ ഹല്ലേലൂയ. കുടുംബജീവിതം ചുമ്മാ ഉണ്ടാകിയല്ല. യു ഹാവ് ടു ബിൽഡ് അപ്പ് യുവർ ഫാമിലി ലൈഫ്. ഒരു ഗാർഡൻ ചുമ്മാ ഉണ്ടാകത്തില്ല. നമ്മളവിടെ പോയി ചെടി നട്ട, അതും വളവിട്ട് അതിനെ ഡ്രിം ചെയ്ത് എല്ലാം ചെയ്തെങ്കിൽ അത് ശരിക്കും ഗാർഡനായിട്ട് മാറും. അതേപോലെയാണ് കുടുംബജീവിതം, ചുമ്മാ ഒന്നും പൊട്ടിമുളയ്ക്കത്തില്ല. യു ഹാവ് ടു ബിൽഡ് അപ്പ് യുവർ ഫാമിലി ലൈഫ്. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. ചുമ്മാ ഉണ്ടാകത്തില്ല. ഭാര്യ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ നമ്മളെ സ്നേഹം തന്നെയാണ്, മക്കളല്ല. മക്കൾ സെക്കൻഡറി ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാര്യയും ഭർത്താവും നമ്മളെ സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കാര്യം നിങ്ങൾ ഭർത്താക്കാൻ മറക്കരുത്. ഒന്നാമത്തെ കാര്യം അതാണ്, ഹൃദയം തുറന്ന് സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം ഭർത്താക്കന്മാർ പറയുന്നത്, ഭാര്യനെ ആദരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കരുത്, ആദരിക്കണം. കാരണം ബൈബിൾ പറയുന്നത് ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ നീ അവളെ ബഹുമാനിക്കുമെന്നാണ് 1 പത്രോസിന്റെ 3-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. സെന്റ് പീറ്റർ പറയാണ് തുല്യ അവകാശിനി. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് ഭർത്താക്കന്മാർ ഈ ഒരു കാര്യത്തിൽ ഒരു ആദരം കൊടുക്കുന്നത് അതൊരു കുറവല്ല.
അത് നല്ലതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം ഇതാണ്. 1 കൊറിന്തോസ് 7:33. 1 കൊറിന്തോസ് 7:33. നേരത്തെ 1 കൊറിന്തോസ് 7:33. 1 കൊറിന്തോസ് 7-ാമത്തെ അധ്യായത്തിലാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പൗലോസ്ലേഹ ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അതിൽ നമുക്കറിയാം, അതിൽ തന്നെ സിംഗിൾ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ പൗരോഹിത്യത്തിലേക്ക് പോകുന്ന അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭാര്യ ഇല്ലാത്ത കാരണം എനിക്ക് മുഴുവൻ സമയം കർത്താവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സമയം ചെലവഴിക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തി, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഉള്ളതുകൊണ്ട് ഭാര്യ എങ്ങനെ, വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങൾ താല്പര്യനാകുന്നു. ഇപ്പോൾ ബൈബിൾ ഇത് അനുവദിക്കുന്ന ഒരു കാര്യമാണ്. ഭാര്യയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു കടമ കൂടിയാണ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ പത്രം വായിക്കുന്നതിൽ തന്നെ കുഴപ്പമൊന്നുമില്ലും. ഇന്ന് ഒരുപാട് കുടുംബജീവിതങ്ങളെ സമയം കൊല്ലുന്നൊരു സാധനം അതാണ്. പിള്ളേർ പറഞ്ഞു, എൻ്റെ അച്ഛൻ അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല, അപ്പം വന്നാൽ ഈ സാധനം അങ്ങോട്ട് ഓൺ ചെയ്യും. പിന്നെ ഇതാണ് ഒരു ഓൺലൈൻ കഴിഞ്ഞാൽ അടുത്ത ഓൺലൈൻ പത്രം, ഇങ്ങനെ പത്രങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. മിണ്ട സമയത്തില്ല, ഇങ്ങനെ ഇരിക്കും. നമ്മൾ മിണ്ടണം. പിള്ളേരെ അവർക്ക് കൊടുക്കേണ്ട ക്വാളിറ്റേറ്റീവ് ടൈം നമ്മൾ കൊടുക്കണം. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ക്വാളിറ്റി കൊടുക്കണം. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതാണ് പ്രീതിപ്പെടുത്തണം. ദൈവം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ്, യാതൊരു സംശയവുമില്ല. 4-ാമത്തെ കാര്യം ഭർത്താക്കന്മാരോട് പറയണത് 1 കൊറിന്തോസ് 7-ാമത്തെ അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് പറയുന്നതാണ്. നമ്മുടെ മലയാളി കുടുംബങ്ങളിൽ ഈ ഒരു മേഖലയിൽ ഒത്തിരി എന്താ പറയണത്, ഒരു സ്കൂളിൽ ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് ദാമ്പത്യ ധർമ്മത്തെക്കുറിച്ചാണ്. ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 7-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ഭർത്താവ് ഭാര്യയോടുള്ള ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. അത് ബൈബിളിൽ നിർബന്ധമായിട്ടും പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഭാര്യയും. ഈ ഒരു കാര്യത്തിൽ പ്രിയപ്പെട്ട ദമ്പതികളെ, നിങ്ങൾക്ക് കൂടുതലൊരു അറിവുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കപ്പിൾസിനുള്ള ധ്യാനം നടത്തുന്നതാണ്. അനേക കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന എന്താ പറയുക, ഒരു കാഴ്ചപ്പാടിൻ്റെ ആയിരിക്കും. ഒരു 40 ദിവസമൊക്കെ ഇനിയിപ്പോൾ അധികം കുടുംബ ബന്ധങ്ങൾ, സെക്സ്വൽ ബന്ധങ്ങളൊന്നും അധികം വേണ്ട, ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന കുറേ ദമ്പതികളുണ്ട്. ഇവിടെയാണെങ്കിലും കുറേ ആളുകൾ ഇങ്ങനത്തെ കാര്യത്തിന് ഒട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ അതൊക്കെ അന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങ് പൊക്കോളെന്ന് വിചാരിച്ച് കഴിയുന്ന ആളുകളുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ല സ്ട്രോങ് ആകണമെങ്കിൽ പ്രിയപ്പെട്ട, അതിനാണ് ദൈവം ഈ ഒരു വിവാഹം എന്ന കൂദാശയുടെ വലിയ കൃപ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, വിവാഹം കഴിക്കുമ്പോൾ ഉണ്ട് 2 കാര്യങ്ങൾ. 1, പരസ്പരം സ്നേഹിക്കുക. 2, മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നാണ്. ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വിവാഹത്തിലൂടെ സംഭവിക്കേണ്ടത്. പരസ്പരം സ്നേഹിക്കുക, മക്കൾക്ക് ജന്മം കൊടുക്കുക. ചിലപ്പോൾ മക്കൾ ഉണ്ടാകുന്നുണ്ടായിരിക്കില്ല, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അമാന്തം വരുത്തരുത്. ബൈബിൾ പറയാണ്, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല, ഭാര്യയ്ക്കാണ് അധികാരം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ നിഷേധിക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരു 25 നോമ്പ് പ്രമാണിച്ച് നിങ്ങൾക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദാമ്പത്യ ബന്ധം വേണ്ടാന്ന് വെക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു വർഷത്തേക്ക് നമുക്കിനി അങ്ങനത്തെ സെക്സ്വൽ ബന്ധമൊന്നും വേണ്ട എന്ന് തീരുമാനം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ അനുവാദം തരുന്നില്ല. ഈവൻ 2 പേരും കൂടെ സമ്മതിച്ചാലും ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ചിലപ്പോൾ ചില ആൾക്കാരാണ് നല്ലൊരു ധ്യാനം കൂടി നല്ലൊരു അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ അവർ വിചാരിക്കും നമുക്കിനി സഹോദരനെ പോലെയും സഹോദരിയെ പോലെയും ജീവിച്ചാൽ മതി എന്ന് ചില ആൾക്കാർ എടുക്കാറുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയണം, അങ്ങനെ എടുക്കാൻ പാടില്ല. അടുത്ത വാക്യം എങ്ങനെയാണ്? അതിനുശേഷം നിങ്ങൾ ഒന്നിച്ചു ചേരുകയും വേണം, അല്ലാത്ത പക്ഷം നിങ്ങളുടെ സംയമനക്കുറവ് നിമിത്തം പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കും. ഇതെല്ലാവരെയും ബാധിക്കുന്നതായിരിക്കില്ല, പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു കറക്റ്റായിട്ട് ഒരു കാഴ്ചപ്പാട് വേണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മേഖലയിൽ മണ്ടത്തരം പറ്റിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ ഫാമിലി ലൈഫ് കെട്ടിപ്പടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശാരീരികമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം. അത് പരിശുദ്ധാത്മാവ് തന്നതാണ്, അത് ഇച്ചിച്ചിയല്ല, നല്ലതാണത്, നന്മയാണ്, ദൈവം നൽകിയതാണ്. അത് ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി നിങ്ങളത് എൻജോയ് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിനകത്ത് നിങ്ങൾ ഡ്യൂട്ടിയും കാലൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇന്ന് പല ആൾക്കാരും കണ്ടുമുട്ടുന്നില്ല. ഞാൻ നോക്കും, നിങ്ങൾക്ക് പിള്ളേരുണ്ടാകത്തിന് കാരണം ഭർത്താവ് 7 നൈറ്റ്, ഭാര്യ 7 ഡേ, പിന്നെ അങ്ങനെ പിള്ളേരുണ്ടാകും, പരസ്പരം കാണുന്നില്ല. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ റൗണ്ട് ബോട്ട് വെച്ചിട്ടാണ് പിള്ളേരെ ചിലപ്പോൾ പിന്നെ ഒരു പ്രത്യേക അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം സുദൃഢമാകാൻ വേണ്ടി ചില ആൾക്കാർ ഇപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ എപ്പോഴും ചത്തു കടന്ന് പണിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സമയം ചെലവഴിക്കാനില്ല.
പിന്നെ എപ്പോഴാണ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും പരിശുദ്ധമായ ജീവിതം എപ്പോഴാണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ ആസ്വദിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തെന്നാ പറയണത്, ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും രണ്ടു കൂട്ടരും ഈ കാര്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സംയമനക്കുറവ് നിമിത്തം നിങ്ങളും ഭാര്യയും ഭർത്താവും തമ്മിൽ വേണ്ടവണ്ണം ശാരീരിക ബന്ധമില്ലെന്ന് കൂട്ടിക്കോ. ഒന്നെങ്കിൽ ഭർത്താവ് ബ്ലൂ ഫിലിം കാണും, അതിൽ അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ തിന്മ കയറി അടിക്കാൻ സാധ്യതയുണ്ട്. വളരെയധികം സാധ്യതയുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള അനേകം കുടുംബങ്ങൾ വേണ്ടവണ്ണം ലൈംഗിക ബന്ധം പുലർത്താത്ത അനേക കുടുംബങ്ങളിൽ ഒരു അപരേഷൻ കാണും. ഒന്നെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു അപരേഷൻ കാണും. അവൻ്റെ ഉത്തരവാദിത്തം ഭാര്യയ്ക്കുണ്ട്. ഭാര്യ വിചാരിക്കുമോ അതൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് വിചാരിക്കും. പക്ഷെ നോ, ബൈബിൾ പറഞ്ഞ പുരുഷനെ സംബന്ധിച്ചും മരിക്കുന്നോടെ മരുന്ന് കാണും, മരിച്ചു കഴിഞ്ഞാലും കാണുന്നതാണ് ചിലർ പറയണത്. അത്രയും സ്ട്രോങ് ആണ് പുരുഷൻ്റെ ദൈവം കൊടുത്തേക്കുന്ന ഈ വികാരം ഭർത്താക്കന്മാർക്ക്. അതങ്ങനെയാണ് ദൈവം കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാത്തിന് 3-ാമത്തെ വയസ്സിൽ മക്കളുണ്ടായത്. അവർക്ക് പറഞ്ഞല്ലേ, ഇത്രയും പ്രായമായിട്ടും അതിനൊരു കാര്യം അതാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പം അത് ദൈവത്തിൻ്റെ സൃഷ്ടികരണം, ഇതൊരു ബ്യൂട്ടിയാണ്. പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ 40 വയസ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അധികം ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇത് അധികം താല്പര്യം കാണുന്നില്ല. പക്ഷെ ബൈബിൾ പറയണത് ഭാര്യയുടെ ശരീരത്തിൻ്റെ മേൽ ഭർത്താവിനാണ് അധികാരം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ശരീരത്തിൽ ഭാര്യയ്ക്കും. ഇപ്പോൾ വേണ്ട ദാമ്പത്യബന്ധം അവകാശങ്ങൾ നിഷേധിച്ചാൽ അത് ദൈവത്തിന് വളരെയധികം അപ്രീതികരമാണെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമുക്ക് എഴുന്നേക്കാം. കുടുംബജീവിതത്തിൻ്റെ ചില മേഖലകൾ കൂടി അടുത്ത മാസം ചില ജാനുവരിയിൽ ഞാൻ പറയുന്നതാണ്. ഇന്ന് ചില മേഖലകളൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ചില ടീച്ചിങ്ങും പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ യൂത്ത് മക്കൾക്ക് നന്നായിട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ കൾച്ചർ വളരെയധികം തരത്തിൽ കമ്മിറ്റ്മെൻറ്റ് എടുക്കണ്ട എന്ന് പറയുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞ് ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി. അവർക്ക് സന്തോഷത്തോടെ യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഭർത്താക്കന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ ഭർത്താക്കന്മാരൊന്ന് ഓർക്കുന്നുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഹൃദയം തുറന്ന് സംസാരിക്കണം. രണ്ടാമത്തെ കാര്യം ആദരിക്കണം, അല്ല അഭിനന്ദിക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഭാര്യനെ പ്രീതിപ്പെടുത്തണം. അത് അങ്ങനെയാണ് ദൈവം ലൈഫിന്, ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നാലാമത്തെ കാര്യം ദാമ്പത്യ ധർമ്മം നിറവേറ്റണം. 4 കാര്യങ്ങളാണ് ഭാര്യയും ഭർത്താക്കന്മാരുടെ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞത്. ഭാര്യമാരോട് പറഞ്ഞ കാര്യങ്ങൾ മറക്കുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലേ, കലഹിക്കരുത്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ സൗന്ദര്യത്തിലുള്ള അമിത ശ്രദ്ധ. അധികം പേർക്ക് കാണത്തില്ലെങ്കിൽ ആ ഒരു അരുവി ഉണ്ടെങ്കിൽ വിട്ടുപോകാൻ വചനം പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട അഹങ്കാരം നിറഞ്ഞ നോട്ടം. അത് വളരെ കർശനമായി നിരോധിക്കുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം ഒരു ഒടിച്ചു കുത്തിച്ചെടിയായിട്ട് മാറണം. നിൻ്റെ പിതൃഭവനത്തെ നീ മറക്കണം. അപ്പോൾ ധാരാളം അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നമ്മൾ ഈ തുടർന്ന് ചെറിയൊരു പ്രയർ നടത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകണം. അങ്ങനെയുള്ളവർ വളരെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് വെളിയിലാണ് വെച്ചത്. നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ അനുവാദമില്ല. വെളി വെക്കുന്ന 2 ഗുണമുണ്ട്. നല്ല തണുപ്പ് കാരണം പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വരും പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ കാരണം നമുക്ക് തണുപ്പ് മാറ്റാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അല്ലെ നമുക്ക് മാക്സിമം നമുക്ക് കൊണ്ടിരുന്നിട്ട് ശുശ്രൂഷ പങ്കെടുക്കാം. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നമുക്ക് തുടർന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട റോയ് അച്ഛൻ നമ്മളോട് കുറച്ച് സമയം അച്ഛനൊരു ഷെയറിങ് നടത്തും. അച്ഛൻ കാഞ്ഞിരപ്പള്ളി രൂപത അംഗമാണ്. ഞാൻ കുറേ വർഷമായി ഞാൻ അച്ഛനെ കണ്ടിട്ട്. അച്ഛനെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അച്ഛൻ്റെ സീനിയറായിരുന്നു എൻ്റെ. വളരെ ശാന്ത സ്വഭാവം. അന്ന് മുതൽ അച്ഛന് പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അച്ഛന് ഹൃദയത്തിൽ അതിഭയങ്കരമായ സ്നേഹമാണ്. പാവപ്പെട്ടവരുടെ പ്രത്യേക സ്നേഹം. ജയിലുകളിൽ പോയി വചനം പറയുക, ഭിക്ഷാടകരെ താമസിപ്പിക്കുക, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ അവർക്ക് വേണ്ടി അങ്ങോട്ട് ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ്. ദൈവം അച്ഛനെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചു. അച്ഛൻ നമ്മുടെ KCBC കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഓർഫനേജുകൾ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അച്ഛൻ ഡയറക്ടറാണ്. അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ അവരുടെ ഓർഫനേജിൻ്റെ ഉള്ള അസ്തുണ്ട്, അതിൻ്റെ ഒരു ഒഫീഷ്യൽ മെമ്പറാണ് അച്ഛൻ. അപ്പം അതിൻ്റെ ചെയർമാൻ ഒക്കെ വലിയൊരു പൊസിഷനിലാണ് അച്ഛനെ ദൈവം ഉയർത്തിയിട്ടുള്ളത്. അച്ഛൻ തന്നെ സ്വന്തം നേതൃത്വത്തിൽ 13 സെൻറ്റർ നടത്തുകയാണ്. 13 സ്ഥലങ്ങളിൽ അച്ഛൻ ഇതുപോലെ ശുശ്രൂഷ നടത്തുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ,
യേശുവേ നന്ദി. നമുക്ക് നാട്ടിലൊക്കെ ഓട്ടിസമുള്ള പിള്ളേർക്ക് ഇതുപോലത്തെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ അൺവെഡ് മദേഴ്സ്, അങ്ങനെയുള്ള നമ്മുടെ ചില അങ്ങനത്തെ ഉള്ള അവരെ ആ കുഞ്ഞുങ്ങളെ വളർത്തുക, ആഘോഷം ചെയ്യാതിരിക്കാണ്ട് അവർക്ക് വേണ്ടി സെൻറ്റർ ഉണ്ടാക്കിയിരിക്കുക. പിന്നെ യാചകർ, അതിനേക്കാൾ പറഞ്ഞ മദ്യപാനികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പലതരത്തിലുള്ള ശുശ്രൂഷകൾ, ഒരുപാട് ശുശ്രൂഷ ചെയ്യാൻ ദൈവം അച്ഛനെ നിയോഗിച്ചു. ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാണ് അച്ഛനെ ഓർത്ത്. ഹല്ലേലൂയ. എനിക്കറിയാം 13 ഇതുപോലത്തെ സെൻറ്റർ നടന്നത് എന്തായിരിക്കും, ഭയങ്കര ഇതിലെല്ലായിടത്തും സിസ്റ്റേഴ്സും എല്ലാ സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ദൈവത്തിൽ ഒരു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. പിന്നെ പറഞ്ഞ പോലെ ആളുകളുടെ ചോദിക്കുക വെച്ചാൽ ആൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ആ ഒരു മനോഭാവമാണ്. ഞങ്ങൾ ജീസസ് ഫ്രട്ടേണിറ്റി പോകുമ്പോൾ ഡിവൈൻ പ്രോവിഡൻസ് ഈസ് അവർ ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് പറയായിരുന്നു. പിന്നെ ഭിക്ഷയാചിക്കാൻ മടിക്കരുതെന്നും പറയായിരുന്നു. അതുകൊണ്ട് പണ്ട് എനിക്ക് അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, ഭിക്ഷയാചിക്കാൻ ട്രെയിനിങ്. ഒരു ദിവസം ഞങ്ങളെ കരിപ്പേരിയച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ, അദ്ദേഹമാണ് ഇത് ആരംഭിച്ചത്. അച്ഛൻ്റെ അടുത്ത് 10 ദിവസം പോയി താമസിച്ചു. അപ്പോൾ അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടു, പൈസ ഒന്നും എടുക്കാൻ പാടില്ല, ഒന്നുമില്ല, രാവിലെ മുതൽ തണ്ടണം, എല്ലാവരും പോയി പൈസ കൈ നീട്ടി പൈസ തിണ്ടി മേടിക്കണം, എന്നിട്ട് ഭക്ഷണം കഴിക്കണം, വണ്ടി കയറി എറണാകുളം വരെ പോയിട്ട് തിരിച്ചു മാറണം. അങ്ങനെ രാവിലെ ഞാൻ തണ്ടാൻ പോയി. ഭയങ്കര അനുഭവമായിരുന്നു. നിങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലോ? ഇല്ല, പണ്ട് നേരം പോകണ്ട. ഒരു പ്രത്യേക അവസ്ഥയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ അതേപോലത്തെ ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് ബഹുമാനപ്പെട്ട റോയി വടക്കരച്ഛനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛനോർത്ത് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. അപ്പോൾ അച്ഛൻ്റെ കുറേ അനുഭവങ്ങളും കുറച്ച് ഒരു ഷെയറിങ് അച്ഛൻ നടത്താൻ വേണ്ടി ഇരിക്കുകയാണ്. അച്ഛൻ കുറച്ച് സമയം നമ്മൾ ഷെയർ ചെയ്യും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാഞ്ഞിരപ്പള്ളി രൂപക്കാരുണ്ടോ? ഇതിലൊന്ന് കൈ ഉയർത്തിയ കാഞ്ഞിരപ്പള്ളി രൂപക്കാരെല്ലാം ഉണ്ടോ? നിങ്ങൾക്ക് അറിയത്തില്ല ഏത് രൂപയാണെന്നല്ലേ? കുറേ പേര് കാണുക, കുറച്ച് പേരേ ഉള്ളൂ. താത്ത ഹല്ലേലൂയ. നമുക്ക് അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കാം, നിങ്ങളുടെ ഫാമിലി ലൈഫിനോടൊന്ന് പ്രാർത്ഥിക്കാം. സോണി, നമുക്കൊരു പാട്ട് പാടി ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം അച്ഛൻ്റെ ടോക്ക് കൊടുക്കും. നമുക്ക് ഞാനാണ് ദൈവമേ മാറേണ്ടത്. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടോ? വലിയ ഇഷ്ടമൊന്നുമില്ല അല്ല, ഒന്നൊന്ന് പാടാം. വളരെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള പാട്ടാണ്. നന്മ നിറഞ്ഞൊരു സമ്മാനമായി നൽകിയ പങ്കാളി മാറാൻ ഇത്രനാൾ പരിശ്രമിച്ച് അവശയായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, സ്വയം മാറുവാൻ ആശയുമായി. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഭയങ്കര മദ്യപാനിയായിരിക്കും, ഭർത്താവായിരിക്കും, ഒരുപാട് എളുപ്പമായിരിക്കുമല്ലോ മാറ്റാൻ. പക്ഷെ നമ്മൾ സ്വയം മാറി സ്നേഹം അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടായി. ക്ഷിപ്രകോപിയായ ഭാര്യയായിരിക്കും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ചേർന്ന ഇടം എന്ന് പറഞ്ഞാൽ അതാണ്, അത് ദൈവം യോജിപ്പിച്ചതാണ്. ആ വ്യക്തിയെ ശരിക്കും സ്നേഹിക്കാൻ കർത്താവ് കൃപ നൽകും. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാറ്റം കർത്താവ് വരുത്താൻ ഇടയാക്കും.